Hey guys, Sri here guys. So നമ്മൾ ഇന്ന് പുതിയൊരു പോഡ്കാസ്റ്റ് എടുക്കുകയാണ് എല്ലാ ദിവസത്തിൻ്റെയും കണക്ക്. സോ Yeah. ഐ നോ യു ഹാവ് ബിൻ കുക്കിംഗ്. No. Cooking episode വരുന്നേ ഉള്ളൂ. I've been cooking for a later episode, but this has to come before. ഗൈസ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. വി ആർ ഫൈനലി ഹാവിങ് എ ഗസ്റ്റ് ഹിയർ. ഇതെല്ലാം വട്ടം നിങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്നതിനകല്ല. No. ഞങ്ങളിവിടെ ഗസ്റ്റിനെ കൊണ്ടുവരാൻ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചാനലുമായിട്ടുള്ള കമ്മ്യൂണിറ്റി മെമ്പേഴ്സുമായിട്ടുള്ള ഒരു ഐഡിയാസും ഒരു തോട്ടും ഒക്കെ അലൈൻ ചെയ്ത് പോകുന്നൊരു ഗസ്റ്റിനെ വേണം കൊണ്ടുവരാൻ. അല്ലാതെ റാൻഡമായിട്ട് ഒരാളെ കൊണ്ടുവന്ന് എന്തെങ്കിലും സംസാരിച്ച കാര്യമില്ല. സോ the guy we are bringing in will talk about mesmerism, hypnotism, hypnotic abilities, chakras, aura and many more. He is a magician, he is a mentalist. രണ്ട് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിനകത്ത് റെക്കോർഡുള്ള ഒരു മനുഷ്യനാണ്. Oh, okay. So you'll be up for a treat. I trust you. I promise you that. So I think anyways നമുക്ക് പൊളിറ്റിക്സും അതൊന്നും സംസാരിക്കാൻ നേരെ ടോപ്പിക്കിലേക്ക് നോക്കിയത് നല്ലത്. ബിക്കോസ് ലോട്ട് ഓഫ് ബുൾഷിറ്റ് ഇസ് ഹാപ്പനിങ് ഇൻ പൊളിറ്റിക്സ്. Bullshit is happening, bro. കേരളം ഒരു ഭ്രാന്താലയം എന്ന് പറയുന്ന ആരോ ഒരു കവി പണ്ട് പറഞ്ഞിരുന്നപ്പോൾ ഞാൻ വിളിച്ച് അവന് വട്ടാന്ന്. സോറി. അതെ. വൺ ഓഫ് ദി ക്രേസിയസ്റ്റ് സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ, മേ ബി ഇൻ ദ ഹോൾ വേൾഡ്, വുഡ് ബി കേരള. കാരണം എന്തിലാട്ടാണ് പോകുന്നതെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും പോഡ്കാസ്റ്റ് തുടങ്ങുമ്പോൾ ഞങ്ങൾക്കൊരിതുണ്ട്, ഒരു 5 മിനിറ്റ് ഇതിൽ ഒരു കറണ്ട് അഫയേഴ്സോ അല്ലെങ്കിൽ കേരളത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളോ ഒക്കെ ചൂണ്ടിക്കാണിക്കണമെന്ന് ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. കാരണം ഒരു ഗുണവും ഇല്ലാത്തൊരു പോഡ്കാസ്റ്റായി പോകരുത്. ബിക്കോസ് ശരിയോ തെറ്റോ ചെയ്യുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസോ അല്ലെങ്കിൽ പോലീസോ അല്ലെങ്കിൽ ഗവൺമെൻറ്റ്സോ അതോ വീട്ടുകാരോ ആരായാലും തെറ്റുകൾ ചെയ്യുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നിയാൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഞങ്ങളിത് കാണുന്നുണ്ട്. നമുക്ക് ആ ഒരു റൈറ്റ് എത്ര നാളുണ്ടെന്ന് അറിയില്ല. അതിന് കൂടെ തന്നെ ഗൈസ് നമ്മുടെ സഖാവ് എനിക്ക് തോന്നുന്നു അവസാനമായിട്ട് നല്ലൊരു ട്രൂ കോംറേഡ് ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭയങ്കരമായിട്ട് റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു വി എസും ഉമ്മൻചാണ്ടി സാറും രണ്ടുപേരുമായിരുന്നു ദ ലാസ്റ്റ് സ്റ്റാൻഡിങ് ട്രൂ പൊളിറ്റീഷ്യൻസ് വി ഹാഡ്. അതെ, വി എസിന്റെ നമ്മൾ എന്താ പറയണ, അതെ, മേ ഹി റെസ്റ്റ് ഇൻ പീസ്. അതെ, മേ ഹി റെസ്റ്റ് ഇൻ പീസ് ആൻഡ് മേ ഹി ഫൈൻഡ് എന്താ ഫാമിലിയും പീസ് കണ്ടുപിടിക്കട്ടെ. ഇതിന്റെ പേരിൽ അധികം ആ മരിച്ച ആളുടെ പേരിൽ പൊളിറ്റിക്സുകൾ വരാതിരിക്കട്ടെ. അതെ, ലെറ്റ് ഹിം റെസ്റ്റ് ഇൻ പീസ്. സോ വാട്ട് ഇൻ ദ എർത്ത് ഈസ് ഗോയിങ് ഓൺ എന്ന് പറയുകയാണെങ്കിൽ ഐ വുഡ് ഹാവ് ടു ആസ്ക് യു, നിന്നോട് ചോദിക്കേണ്ടി വരും, എന്താണ് എർത്ത്? എർത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ ഉത്തരം പറയണം? ഫിലോസോഫിക്കൽ അല്ല, നമുക്കിവിടെ നിന്റെ പെർസെപ്ഷനിൽ ഞാൻ ചോദിക്കുകയാണ്, എർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ സയന്റിഫിക്കലി പറയണ്ട, നിന്റെ മനസ്സിൽ എന്ത് വരുന്നു? ഉണ്ട ഭൂമി എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ ഇമാജിൻ ചെയ്യുമ്പോൾ ആകുന്ന ഒരു ഗോളം അതാണ് എന്റെ മനസ്സിൽ പറഞ്ഞത്. ഓക്കെ, ആ ഗോളത്തിനെ പറ്റി നമ്മൾ സ്കൂളിൽ കൊച്ചിലെ പഠിച്ചത് കൊണ്ട് ഭൂമി എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ ആ സാധനം വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളൊരു ഫിലോസഫി അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ പറ്റി പറഞ്ഞിരുന്നു, കൊച്ചിലെ പഠിപ്പിച്ചാൽ ശരിയായാലും തെറ്റായാലും അത് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. We keep on repeating the same mistakes. We keep on repeating the same things. അതുകൊണ്ട് കൊച്ചിലെയുള്ള ഹാബിറ്റ്സ് മാറ്റാൻ ഭയങ്കര പാട്. അതെ, ഉറപ്പായിട്ടും. കാരണം നമ്മളുടെ ബ്രെയിൻ ഏകദേശം ഒരു 12 വരെ നമ്മൾ ലേണിംഗ് ഫേസ് ആണ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അതൊരു വേറെ വേവ് ലെങ്ത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ആൽഫ, ബീറ്റ, ഗാമ എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ നമ്മുടെ വേവ് ലെങ്ത് ഇങ്ങനെയാണ് ബ്രെയിൻ ഇപ്പോൾ ECG വെച്ചാൽ കിട്ടുന്നതെങ്കിൽ കുഞ്ഞുങ്ങളുടെ വരുമ്പം വ്യത്യാസം വരും, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ നേരെ തിരിച്ചായിരിക്കും. സോ വേവ് ലെങ്ത്തിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ ആ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എന്താ പറയുന്നത്, കൂടുതൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ബ്രെയിനിൽ വേറെ ആക്ടിവിറ്റീസ് നടക്കുക. കാരണം ഡേറ്റ പുതിയതായിട്ട് കണ്ടുപിടിച്ച് സ്റ്റോർ ചെയ്യുന്ന പ്രോസസ്സ് നടക്കുക. കാരണം ഒരു 4 വയസ്സുകാരനെ സംബന്ധിച്ച് ഒരു ആപ്പിൾ മരവും കട്ട് ചെയ്ത ആപ്പിളും ഒരു ആപ്പിൾ ജ്യൂസും തമ്മിൽ ആനയാടും തമ്മിലുള്ള വ്യത്യാസം അവന് മനസ്സിലാവത്തില്ല. ഇതൊന്നാന്ന് പറഞ്ഞാൽ അവന് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഐഡിയാസ്, ഓക്കെ ഇത് ആപ്പിൾ തന്നെയാണ്, ആപ്പിൾ വെട്ടിയാൽ മുറിച്ച ആപ്പിൾ ആവും, ഇത് മരത്തിലാണ് കിളിക്കുന്നത്, ഇത് ജ്യൂസ് അടിച്ചാൽ ഇങ്ങനെയാവും, ഇത് വെച്ച് സ്മൂത്തി ഉണ്ടാക്കാം, ഇത് വെച്ച് വൈൻ ഉണ്ടാക്കാം. അങ്ങനെയുള്ള പല ഐഡിയാസ് നമ്മുടെ ബ്രെയിനിൽ പുതിയ നെർവസ് കണക്ഷൻസ് വരുന്ന സ്ഥലമാണ് ഈ സമയമാണ് ഈ തീറ്റ ഞാൻ തീറ്റ എന്ന് പറയുന്നില്ല, തീറ്റ ആണെന്ന് തോന്നുന്നു, തീറ്റ വേവ്സ്. ആ സമയത്ത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് എന്താണ് കൊടുക്കുന്നത്? ബ്രോ, സെറിലാക്കിന്റെ കാര്യമല്ല ഞാൻ ചോദിച്ചത്. നമുക്ക് കുഞ്ഞിന് ആ ബ്രെയിനിന് എന്താണ് കൊടുക്കുന്നത്? സെറിലാക്കിന്റെ കാര്യം വേറെ കാര്യം. നമ്മൾ കുഞ്ഞുങ്ങളെ ഷുഗർ തീറ്റിക്കുകയാണ്. അത് പറയാൻ വേണ്ടി. സെറിലാക്ക് എന്ന് പറയുന്നത്
ആ കമ്പനിയെ പറയുമല്ല, അതുപോലത്തെ സാധനങ്ങൾ പച്ച വിഷമാണെന്ന് ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. എൻ്റെ ഫാമിലിയിൽ ഇനി ഒരു കുഞ്ഞുണ്ടായാൽ, എൻ്റെ കൺട്രോളിലുള്ള എൻ്റെ മാമൻ്റെ മോളെടുത്ത് കുഞ്ഞുണ്ടായാൽ അവന് സെറിലാക്ക് കൊടുക്കരുതെന്ന് പറയാൻ എനിക്ക് അവകാശം ഉണ്ടോ ഇല്ലയോ ഐ ഡോണ്ട് നോ, ബട്ട് ഐ വിൽ മേ ബി അഡ്വൈസ് ചെയ്യും. പക്ഷെ എൻ്റെ ഫാമിലിയിൽ ഒരു കുഞ്ഞുണ്ടായാൽ സെറിലാക്കും കൊടുക്കില്ല, ബോൺവിറ്റയും കൊടുക്കൂല, ബൂസ്റ്റും കൊടുക്കൂല, ഒന്നും കൊടുക്കൂല. അമ്മ ഈ ഷുഗർലെസ് ഇത് മേടിച്ച് ഹോർലിക്സ്, ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻഗ്രീഡിയൻസ് നോക്കി അമ്മ മറ്റേ സ്കാംഡായി പോയി. ഷുഗർലെസ് ഇതൊക്കെ പറഞ്ഞതിനകത്ത് നമ്മൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട് നോ ആഡഡ് ഷുഗർ എന്ന ഫ്ലേവറിങ്. എടാ, നോ ആഡഡ് ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിലെ നിയമം അനുസരിച്ച് നിങ്ങളിത് കേൾക്കണം. പോഡ്കാസ്റ്റ് തുടങ്ങിയില്ല, ബട്ട് ഐ വാണ്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കിയിരിക്കണമെന്ന്. ഇടയ്ക്ക് ബട്ട് ഐ വാണ്ടൊക്കെ കയറി വരുന്നത് ഞാൻ മലയാളം ആക്കിക്കൊണ്ടിരിക്കുക. എല്ലാവരും പറയുന്നത് നിന്റെ ഇംഗ്ലീഷ് അത്ര പോരാ എന്നുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ മലയാളത്തിൽ നിൽക്കാതെ. ഓക്കെ, അത് പോട്ടെ. അപ്പോൾ ഈ നോ ആഡഡ് ഷുഗർ എന്ന് പറയുന്നതിനകത്ത് ഈ ഷുഗർ ഫ്രീ എന്നുള്ള ടാഗ് ഇന്ത്യയിൽ വിൽക്കണമെങ്കിലുള്ള നിയമം എന്താ അറിയാമോ? നിനക്കൊരു ഷുഗർ ഫ്രീ കേക്ക് വിൽക്കാം. എങ്ങനെയാണെന്നറിയാമോ? ഷുഗർ ഇല്ലാത്ത കേക്ക്. ഷുഗർ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നീ ഷുഗർ ആഡ് ചെയ്തില്ല എങ്കിൽ ഷുഗർ ഫ്രീ ആണോ? ഇറ്റ് ഈസ് ഷുഗർ ഫ്രീ. ഇഫ് യു യൂസ്, നിനക്ക് 500 ഗ്രാം 1/2 കിലോ പഞ്ചസാര ചേർത്ത മാവെടുത്ത് 1/2 കിലോ പഞ്ചസാര ചേർത്ത ക്രീം എടുത്ത് 1 കിലോ പഞ്ചസാര ചേർത്ത ബട്ടർ വെച്ച് ഉണ്ടാക്കിയിട്ട് അതിന്റെ മണ്ടയിൽ കൂടെ ഷുഗർ ഇല്ലെങ്കിൽ അത് ഷുഗർ ഫ്രീ പ്രോഡക്റ്റ് ആണ്. ബിക്കോസ് യു ആർ നോട്ട് ആഡിങ് ഷുഗർ. നമ്മൾ ആ പ്രോഡക്റ്റിൽ ഷുഗർ ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിച്ചോ, നോ ആഡഡ് ഷുഗർ ആണെന്ന് നിങ്ങൾ കാണുവാണെങ്കിൽ മനസ്സിലാക്കിക്കോ, ഞാൻ പറഞ്ഞ പോലെയാണ്. അതിനകത്ത് 1.5 കിലോ പഞ്ചസാര കാണും. അത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം സ്പ്രിങ്കിൾ ചെയ്യുന്നില്ല. അപ്പം നോ ഷുഗർ എന്ന് പറഞ്ഞ പ്രോഡക്ട്സിനകത്ത് ഷുഗർ കാണില്ലേ? നോ ഷുഗർ എന്ന് പറഞ്ഞ പ്രോഡക്ട്സിനകത്ത്, അല്ലെങ്കിൽ ഷുഗർ എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻസ്, ഷുഗറിന് പകരം ഇപ്പൊ പുതിയ പേരൊക്കെ വന്നിട്ടുണ്ട്, സൈസൈക്ലോ ഫ്ലൂഫ്ലാ ക്ലീക്ലി എന്നൊക്കെ പറയും. എന്നിട്ട് അത് ഷുഗർ എന്നുള്ള പേര് മാറ്റിയിട്ട് ഇതിടും, സെയിം സ്റ്റഫ്. അപ്പോൾ നോ ഷുഗർ എന്ന് പറയുന്ന സാധനം നമുക്ക് കഴിച്ചു നോക്കിയാൽ മധുരം ഇല്ലെങ്കിൽ മാത്രമേ ഉള്ളൂ. തിന്ന് നോക്കിയിട്ട് മധുരം ഉണ്ടെങ്കിൽ എത്ര ഷുഗർ ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് സ്കാമാണ്. പക്ഷേ ഈ പുതിയ ഈ കുറച്ച് ഇത് സാധനങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, എന്തോ ഇലയൊക്കെ എന്തോ ഈ ഷുഗർ ഫ്രീ. ഞാൻ കണ്ടായിരുന്നു ഒരു ബബിൾ കത്തിനകത്തൊക്കെ ആ മുട്ടായിയുടെ ഇലയിലാന്ന് ഇത് മധുരമല്ല, മധുരം പോലെ തോന്നിപ്പിക്കുന്നതാണ്. ഈ ഷുഗർ ഫ്രീ പേഷ്യൻസ് എടുക്കുന്ന ഫ്ലേവറിങ് സാധനമുണ്ട്. ഫ്ലേവറിങ് അല്ല, മധുരത്തിന്റെ പിൽസ് ഉണ്ട്, പില്ല് പോലെ പേരെന്താ അതുണ്ട്, കുറച്ച് സാധനങ്ങളുണ്ട് അതേപോലെ. ഞാൻ ഇന്നലെ എൻ്റെ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. അമ്മയ്ക്ക് വയ്യാതെ തലവേദന എടുത്തിട്ട് ക്ഷീണം വന്നിട്ട്. ആൻഡ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വന്നു. കാരണം ഡോക്ടർ ആദ്യമേ ചോദിക്കുന്നത്, ഞാൻ പോയത് ഇന്നലെ നടന്നതാ, ഞാൻ ഡോക്ടർ ആദ്യമേ ചോദിക്കുന്നത് ഷുഗർ ഉണ്ടോ, അമ്മയ്ക്ക് ഹെൽത്തിയാണ്, ഷുഗർ ഉണ്ടോ? അമ്മയ്ക്ക് പറഞ്ഞു ഷുഗർ ഉണ്ട്. പ്രഷർ ഉണ്ടോ? പ്രഷർ ഇപ്പം ഇല്ല. ഏതൊക്കെ ഗുളികയാണ് കഴിക്കുന്നത്? അത് ഷുഗറിൻ്റെ ഗുളിക, പ്രഷറിൻ്റെ ഗുളിക, ഇതുപോലുള്ള ഗുളികകൾ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും ഡോക്ടർ പറയാണ് നല്ല ഷുഗറുണ്ട്, നല്ല പ്രഷറുണ്ട്, റെസ്റ്റ് ചെയ്യണം, ട്രിപ്പ് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കൊണ്ട് കിടത്തി ട്രിപ്പൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അതേ ഹോസ്പിറ്റലിൻ്റെ റിസപ്ഷനിൽ ചില്ല് കൂട്ടിൽ വെച്ചേക്കുന്ന 3 സാധനമാണ് കുടിക്കാൻ. ഫാൻറ്റ, പെപ്സി, കൊക്കക്കോള. കഴിക്കാൻ 2 സാധനങ്ങളെ വെച്ചിട്ടുള്ളൂ. ഏറ്റവും വൃത്തികെട്ട മുട്ടായികളും ഏറ്റവും വൃത്തികെട്ട ചിപ്സുകളും. എനിക്ക് ഇതിന്റെ ലോജിക്ക് മനസ്സിലാവും. ലോജിക്കല്ല പോണ, അത് വേറെ സാധനമുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ എൻ്റെ സാധനങ്ങൾ ഇപ്പം സിഗരറ്റ് വിൽക്കത്തില്ലേ കടയിൽ, സിഗരറ്റ് കടയിൽ ഈ സിഗരറ്റിൻ്റെ ആഡ് വെക്കുന്ന അവരുടെ കടയിൽ വിറ്റാലോ ഈ സിഗരറ്റ് ബോക്സ് കേസസ് ഫ്രീ കൊടുക്കും. അതേപോലെ അരുൺ ഐസ്ക്രീംസിൻ്റെ ഇല്ലേ, അരുൺ ഐസ്ക്രീംസിൻ്റെ സാധനങ്ങളൊക്കെ കൊടുക്കുന്ന കടയിലെല്ലാം ഫ്രീസർ അവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അങ്ങനത്തെ കുറച്ച് പരിപാടിയുണ്ട്. അതുകൊണ്ട് ഹോസ്പിറ്റൽസുകാർക്ക് ഫ്രീസറും ഇതേപോലത്തെ സപ്ലിമെന്റ് സാധനങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അവർ വെക്കണേ. അപ്പോൾ നമ്മളുടെ ഇപ്പം നാട്ടിലെ സ്കൂളുകളിൽ ഈ സാധനങ്ങൾ ഡു നോട്ട് ഈറ്റ് എന്ന് പറഞ്ഞ് സ്കൂളുകളിലും കോളേജുകളിലും ബസ് സ്റ്റാൻഡുകളിലും എഴുതി വെക്കുകയാണ്, മുട്ടായി തുടരുത്, പെപ്സി കുടിക്കരുത്, വിഷമാണെന്ന്. അപ്പോൾ ഈ ഹോസ്പിറ്റലുകാർക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല. അവിടുത്തെ വരുന്ന പേഷ്യൻസിന് വിശന്നാൽ തിന്നാൻ ഒരു ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ് അവിടെ ഞാൻ കണ്ടില്ല, ഒരു ഉപ്പില്ലാത്തൊരു പ്രോഡക്റ്റ് കണ്ടില്ല. ഏറ്റവും 3 പ്രോഡക്റ്റാണ് വിൽക്കുന്നത്. ജ്യൂസ്, കാർബണേറ്റഡ്, ഹൈലി വെള്ളം പഞ്ചസാര ഒഴിച്ച വിഷം. ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ അത് വാങ്ങില്ല. 2 ഏറ്റവും കൂടുതൽ ഉപ്പും പാം ഓയിലും ഇട്ട് പൊരിച്ച ഏറ്റവും വലിയ വിഷം പൊട്ടറ്റോ ചിപ്സ്.
ഏതാ ലേസും ചീറ്റോസും കുറേ എണ്ണം ഉണ്ടല്ലോ. മൂന്നാമത് ഷുഗർ ഫ്രീ എന്ന് പറഞ്ഞ് പോകുന്ന പേഷ്യൻറ്റിന് വിശക്കുമ്പോൾ തിന്നാൻ അവിടെ ചോക്ലേറ്റ്സ്, കിറ്റ്കാറ്റ്, മഞ്ച്, ഡയറി മിൽക്ക്, കിസ്മി. ഞാനിന്ന് പേസ്ട്രി കഴിച്ചെടുത്ത്. അപ്പം ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇത് ഇവര് ഫീഡ് ചെയ്യിക്കുകയാണ്. ഇത് ഇവര് അട്രാക്റ്റീവ് കളേഴ്സിൽ വെച്ച് അവിടെ വന്നിരിക്കുന്ന ഷുഗർ ഫ്രീ പേഷ്യൻറ്റിന് ലഞ്ച് ടൈം ആയിട്ട് തിന്നാനൊന്നുമില്ല. അവിടെ ക്യാൻറ്റീൻ ഇല്ല. അവർക്ക് ആകെ ഒന്നെങ്കിൽ ചീറ്റോസ് തിന്നാം, അല്ലെങ്കിൽ ഡയറി മിൽക്ക് തിന്നാം. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഗൈസ്. അമ്മമാർക്ക് ഇപ്പോഴും അതുപോലെ ഞങ്ങൾ വേറൊരു കാര്യം നിർത്തി. ഞാൻ ചുമ്മാ ഒരു ഇൻഫോ പാസ് ചെയ്യാണ്, നിങ്ങൾക്ക് കേൾക്കാതിരിക്കാം. ഈ വീട്ടിൽ ഇനി ചായ കാണില്ല. അഫ്കോഴ്സ് കൊതി വരുന്നവർക്ക് ഉണ്ടാക്കി സ്വന്തമായിട്ട് കുടിക്കാം. മിൽമ എന്ന് പറയുന്ന പശുവിൻ്റെ പാലാണ് എന്ന് ഞാൻ സെർച്ച് ചെയ്ത് പോയി ഞാൻ കണ്ടുപിടിച്ചത് ജർമ്മനിയിൽ നിന്ന് വരുന്ന പാൽപ്പൊടിയാണ്. സ്വിറ്റ്സർലൻഡിൽ നിന്നോ ജർമ്മനിയിൽ നിന്നോ. അത് പാലിൻ്റെ പൊടിയാണ്. പാക്കറ്റിൽ പൊടിച്ച് മെഷീനകത്ത് ഉണ്ടാക്കിയ ഒരു പൊടി വന്ന് നമ്മളത് വെള്ളത്തിലും വേറൊരു കട്ടിയാവുന്നൊരു സ്റ്റാർച്ച് പോലൊരു സാധനം കൂടെ കലക്കി പാലായിട്ട് വിൽക്കുകയാണെന്നാണ് എൻ്റെ റിസർച്ചിൽ വന്നത്. ഈ രാവിലെ മുതൽ കേരളത്തിലെ എല്ലാവർക്കും 2 ലിറ്റർ പാല് കൊടുക്കാൻ വേണ്ടി കറക്കുന്ന പശുക്കൾ എവിടെയാണുള്ളതെന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഞാൻ സെർച്ച് ചെയ്തിട്ട് കിട്ടിയില്ല, നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറയൂ. അതങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ വിഷം വാങ്ങിച്ച് കുടിക്കാതിരിക്കുക. മ്യൂക്കസ് ബിൽഡിംഗ് വിഷമാണത്. ഓരോ ഗ്ലാസ് പാലിലും നിങ്ങൾ മ്യൂക്കസ് കൂട്ടിക്കൊണ്ടുവരിക. ഓരോ ദിവസവും നിങ്ങളുടെ മൂക്കൊലിക്കുന്നതും നിങ്ങൾക്ക് കഫം വരുന്നതും നിങ്ങളുടെ ബോഡിയിലുള്ള ലിറ്റർ കണക്കിന് മ്യൂക്കസ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും വെളിയിൽ കളയാൻ തുപ്പുക, അല്ലെങ്കിൽ മൂക്കൊലിക്കുക, അല്ലെങ്കിൽ യൂറിനേറ്റ് ചെയ്യുമ്പം കട്ടി വരിക, ഇതൊക്കെ എങ്ങനെയെങ്കിലും കളയാൻ വേണ്ടി കഷ്ടപ്പെട്ട് ബോഡി നിന്നുകൊണ്ടിരിക്കുമ്പം രാവിലെ ഒരു ഗ്ലാസ് മ്യൂക്കസ്. ഗൈസ് അതൊക്കെ പക്ഷെ പാല് ഹെൽത്തി ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കലും അല്ല. പാല് ഡൈജസ്റ്റ് ചെയ്യാനുള്ള കഴിവ് ഏകദേശം 80% to 70% പേർക്കും കേരളത്തിലെ ആളുകൾക്ക് പാല് ഡൈജസ്റ്റ് ചെയ്യാനുള്ള കഴിവില്ല. ഞാൻ പറയുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദിവസം രാവിലെ എണ്ണീറ്റ് 2 ഗ്ലാസ് പാല് കുടിക്കുക. യു വിൽ ബി കോൺസ്റ്റിപ്പേറ്റിംഗ്. 10 പേര് കുടിച്ചാൽ 8 പേര് കോൺസ്റ്റിപ്പേറ്റ് ചെയ്യുന്നതാണ് കേരളത്തിലെ ഒഫീഷ്യൽ കണക്ക്. ബിക്കോസ് Dravidians back in South India are not built for consuming milk. നോർത്ത് ഇന്ത്യൻസിന് പാല് ഡൈജസ്റ്റ് ആവും. നമുക്ക് ഡൈജസ്റ്റ് ആവുന്ന ഫുഡ് വേറെയാണ്. മേ ബി അല്ല, അത് ദാറ്റ് ഈസ് ഫാക്ട്. അത് സെൻസസ് ആണ്. അപ്പോൾ നമ്മളിത് എന്താ ചെയ്യുന്നത്? നമ്മൾ മാർക്കറ്റിൽ കണ്ട് ഇതെല്ലാം കൂടെ വാങ്ങിച്ച് കുടിച്ച് രോഗിയായി. ഇനിയിപ്പോൾ അമ്മയ്ക്ക് ഏതൊക്കെയോ ഗുളികയൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, സാർ ഗുളിക മിനിമം ആയിട്ട് മതി, പഞ്ചസാര ഇനിയില്ല, പാൽ ഇനിയില്ല, ഞങ്ങളൊന്ന് നാച്ചുറലായിട്ട് മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റുമോ നോക്കട്ടെ, പാക്കറ്റ് ഇല്ലാത്ത ആഹാരങ്ങൾ ഞങ്ങൾ ഒരു വർഷം കഴിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ പാക്കിൽ ഞാനില്ല. ഓക്കെ, ഞാനും അമ്മയുണ്ട് എന്തായാലും. ഓക്കെ, സോ എന്തായാലും ലെറ്റ്സ് ഗെറ്റ് ടു ദ പോഡ്കാസ്റ്റ്. പോഡ്കാസ്റ്റ് തുടങ്ങാം ഗൈസ്. ഒരു 5 മിനിറ്റ് നമ്മൾ എടുത്തു പോയി. എന്തായാലും ആദ്യത്തെ ചോദ്യം, ഡു യു തിങ്ക്, ഇത് കേൾക്കുമ്പോൾ ഓഡിയൻസിനെ ഫ്ലിപ്പ് ആക്കാം. ചോദിച്ചോ. ഡു യു തിങ്ക് എർത്ത് ഇസ് ഹോളോ? Me personally, I know you've been researching a lot about this. But I don't know what do you think. So what do you think? And I also ഞാൻ വിചാരിക്കുന്നു ഇത്ര ഓക്കെ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് വിശ്വസിക്കുന്നത്, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്, ഞാൻ സ്കൂളിൽ പഠിച്ച കാര്യങ്ങളെല്ലാം ഞാൻ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്തു വന്നപ്പോൾ അതിൽ പകുതിയും കൂടുതലും തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടുവരികയാണ്. അതുപോലെ തെറ്റാണെന്ന് ആദ്യമേ പൈസയുടെ കാര്യം എന്താണെന്ന് ഞാൻ തെറ്റാണെന്ന് മനസ്സിലാക്കി. ടാക്സ് എന്താണെന്ന് മനസ്സിലാക്കി. പൊളിറ്റീഷ്യൻസ്, ഇലുമിനാറ്റി, വേൾഡ് ഓർഡർ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. അതുപോലെ തന്നെ പല ഹോക്സുകളും ഹിസ്റ്ററി ഫേക്ക് ആണെന്ന് മനസ്സിലാക്കി. നമ്മളെ പഠിപ്പിക്കുന്ന ജോഗ്രഫി ഫേക്ക് ആണെന്ന് മനസ്സിലാക്കി. നമ്മളുടെ കൾച്ചർ, നമ്മൾ ദ്രവീഡിയൻസും ചോളൻസും ചീരൻസുമായിട്ട് വളർന്നിട്ട് ഇപ്പം ഇത് കാണുന്ന പലർക്കും ആ പേരെന്താന്ന് പോലും അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് അറിയാവുന്നത് അമേരിക്കൻസ്, ഓസ്ട്രേലിയൻസ്, ഇവരൊക്കെ അറിയാം. അവരുടെയൊക്കെ തലമുറകളുടെ പേര് നമ്മളെ അടിച്ചേൽപ്പിച്ച് പഠിപ്പിക്കുവാണ്. അതെ, എല്ലാം നമുക്കറിയാം. പക്ഷെ ചോളാസ്, ചീരാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ചോളനോ ചീരയോ, അതാണ് ആറ്റിറ്റ്യൂഡ്. അതാണ് നമ്മൾ ആരാന്ന് അറിഞ്ഞുകൂടാ. എനിക്കും അങ്ങനെയായിരുന്നു. എനിക്കും അങ്ങനെയായിരുന്നു. ഡെഫിനറ്റ്ലി സ്കൂളിൽ പോകുന്ന എല്ലാവരും അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിച്ച് വന്നപ്പോൾ ഭൂമിയുടെ ഷേപ്പ്,
ഹ്യൂമനോയിഡ് ഷേപ്പ് എന്ത് സാധനത്തിന്? അത് ജിയോയിഡ്, റൗണ്ട്, മറ്റേതെന്നൊക്കെ പറയുന്നത് ഐ ഡോണ്ട് ബിലീവ് ദാറ്റ്. ഞാനത് വിശ്വസിക്കുന്നില്ല. ഭൂമി മറ്റേ സ്പേസിൽ കൂടെ ഓടുന്ന ഒരു ഉരുണ്ടയാണ്. ഉരുണ്ട ഇങ്ങനെ 10,000 കിലോമീറ്റർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അത് 30,000 കിലോമീറ്റർ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ബിലീവ് അത് നമ്മളൊരു സ്പെസിഫിക് പോഡ്കാസ്റ്റിൽ അടുത്തത് ചെയ്യും. ഏൻഷ്യൻറ്റ് വേദിക് ആൻഡ് ബൈബിൾ ആൻഡ് എന്താ പറയുന്നത് ഖുറാൻ ആൻഡ് പല കാര്യങ്ങളും എടുത്തിട്ട് ഭൂമിയുടെ ഷേപ്പിനെ പറ്റി ദൈവം പറഞ്ഞു കൊടുത്തിട്ട് എഴുതിപ്പിച്ച എന്താണെന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ട് കാണിച്ചു തരും. നിങ്ങൾക്ക് ദൈവത്തിനെ വിശ്വസിക്കണോ നാസയെ വിശ്വസിക്കണോ എന്ന് നിങ്ങൾ തീരുമാനിക്കാം. ദാറ്റ് വിൽ ബി എ സ്പെസിഫിക്, അതൊരു വേറെ പോഡ്കാസ്റ്റ് ആയിരിക്കും. ഇന്ന് നമ്മൾ പറയുന്നത് ഒരു ഹോട്ട് ടോപ്പിക് ആണോ എന്ന് ചോദിച്ചാൽ ഹോട്ട് ടോപ്പിക്ക് ഇന്ത്യയിലല്ല, പക്ഷേ ലോകത്തിൻ്റെ പലയിടത്തും എസ്പെഷ്യലി കാനഡയിലൊക്കെ ഞാൻ പോയി പഠിച്ചപ്പോൾ അവിടെ ഉള്ള സ്റ്റുഡൻസിൽ പകുതി കൂടുതൽ പേരും വിശ്വസിക്കുന്നത് ഭൂമിയുടെ അടിയിൽ വേറെ ലോകമുണ്ടെന്നാണ്. ഹോളോ എർത്ത് തിയറി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ചിലവർക്ക് ഞാനൊരു പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അഗാർത്ത എന്ന് കേട്ടിട്ടുണ്ടോ? അഗാർത്ത എന്ന് പറയുന്നത് ഒരു വെസ്റ്റേൺ വേർഡാണ് യഥാർത്ഥത്തിൽ. അഗാർത്ത എന്ന് പറയുന്നത് ഒരു വെസ്റ്റേൺ വേർഡ് ആണെങ്കിലും അതെ, അതിന്റെ റൂട്ട് വേർഡ് വരുന്നത് സാൻസ്കൃത്തിലാണ്. ആ ഗർത്ത, ആ ഗർത്തത്തിനകത്ത്, അല്ലെങ്കിൽ ആ ഗർത്തം, ആ കുഴിയിൽ, അങ്ങനെ വരുന്ന ഒരു വാക്കാണ് അഗാർത്ത. ആൻഡ് അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം. അതിൽ എവിടൊക്കെയാണ് അതിനെപ്പറ്റി പരാമർശിക്കുന്നത്, അതിനെപ്പറ്റി എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ ഒന്ന് പറഞ്ഞു പോകുന്നു നിങ്ങളെ അറിയിക്കാൻ വേണ്ടി. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളതിൻ്റെ സയൻസും ഷീറ്റും ഇപ്പോൾ പുതിയ എഡിറ്റിംഗ് ഒക്കെ വന്നിട്ടുണ്ട് ഗൈസ്, അതൊക്കെ എടുത്ത് നമ്മൾ കഴിഞ്ഞ 5 എപ്പിസോഡായിട്ട് പറയുക. ഓക്കെ, അതൊക്കെ എടുത്ത് നമ്മളൊരു ഫുൾ എപ്പിസോഡ് ഇതിനെ സയൻറ്റിഫിക് ആയിട്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഒരു എന്താ പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ മനസ്സിലാക്കാനും എന്നാൽ അധികം കുഴപ്പിക്കാനുള്ള സയൻസ് ഇടാതെയും ഒരു എൻ്റർടൈൻമെൻറ്റ് പോഡ്കാസ്റ്റ് എന്ന പോലെ, ഒരു ഇൻഫർമേറ്റീവ് പോഡ്കാസ്റ്റ് എന്ന പോലെ പോവാം. ഓക്കെ, അപ്പോൾ ഈ ഹോളോ എർത്ത് എന്ന് പറയുന്നത് എവിടെയാണ് തുടങ്ങുന്നതെന്ന് വെച്ചാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ ഏൻഷ്യൻ സൊസൈറ്റികളിലും ഫ്ലഡ് മിത്ത് ഉണ്ടെന്ന് നമ്മൾ കാണിച്ചു. നമ്മളെ ഫ്ലഡ് മിത്ത് എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും പോയി കണ്ടോ. വൺ ഓഫ് ദ ബെസ്റ്റ് എപ്പിസോഡ്. അതെ, ഐ ഓപ്പണറാണ്. ഞാൻ പേഴ്സണലി 2 വട്ടം കണ്ടിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ ഈ ഹോളോ എർത്തിന്റെ സംഭവം എനിക്ക് തോന്നിയത് എന്താ അറിയോ, ഞാനും പണ്ട് നോക്കിയപ്പം ഒരുപാട് ഔട്ട്സൈഡ് എർത്തിന്റെ അല്ല, ഇന്ത്യയിൽ തന്നെ ഒരുപാട് ടെമ്പിൾസിൽ ഇതിന്റെ ഡെപ്പിക്ഷൻസ് ഉണ്ട്. ഉറപ്പായിട്ടും ഉണ്ട്. ഡെപ്പിക്ഷൻസ് മാത്രമല്ല, ഇവൾ ടെമ്പിൾസ് എല്ലാം എന്താ പറയണ, ചിലതിന് ഈ സെൻട്രലുള്ള പൂളുണ്ടല്ലോ അടിയിലോട്ട് പോകുന്നത്, അത് എല്ലാ വലിയ എന്താ ടെമ്പിൾസിന് മാക്സിമം ഡെപ്തിൽ പോകും. ഡെപ്തിലുണ്ട്. അത് മാത്രമല്ല, ആ ഡെപ്തിന് താഴേക്ക് കേവറിൻസും കേവുകളും ഉണ്ട്. അതൊന്നും കാണാതിരിക്കാൻ നമ്മളെ പല ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട് ആളുകൾ, അതോറിറ്റീസ്. അപ്പോൾ അത് എപ്പോഴാണ് തുടങ്ങിയെന്ന് വെച്ചാൽ ഇതൊക്കെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ, രാമായണത്തിന് മുന്നേ 14,000 വർഷങ്ങൾക്ക് മുന്നേ അവർ പറയുമായിരുന്നു പാതാളത്തിൽ നിന്ന് അല്ലെങ്കിൽ താഴെ നിന്ന് വരുന്ന ആള്. എന്തിന് നമുക്ക് പറഞ്ഞു പോവാം. ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് അബ്സർഡ് ആയിട്ട് തോന്നുമെങ്കിലേ, ഇപ്പൊ ഗാസ അവിടെ നടക്കുന്നത് എന്തോ, അതെ അതെ അതെ, അവിടെ എന്ത് അണ്ടർഗ്രൗണ്ട് എന്നാണ് F-16 പറത്തി പോക്കുന്നത്. അതെ അതെ, ഉറപ്പായിട്ടും ആ മറ്റൊരു സംഭവം. അതെ, അവിടുന്ന് വാർ പ്രസണേഴ്സ് വന്ന് പറയുന്ന US ഒരു വാർ പ്രസണർ മീഡിയയിൽ വന്ന് പറഞ്ഞ ഞാൻ കേട്ടായിരുന്നു. ദേ ഹാവ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഇൻസൈഡ് ദ എർത്ത്, ഡൗൺ, അത് ടണൽ സിസ്റ്റത്തിൽ, അത് എയർ കണ്ടീഷൻഡ്. ദേ ഹാവ് ദി ബെസ്റ്റ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്. പൈസ ഉണ്ടെങ്കിൽ അവിടെ ഡവ് മുതൽ ലോകത്തുള്ള എല്ലാ ഷാമ്പു വരെ കിട്ടുമെന്ന് പറയണം. മിസൈലുകൾ വന്ന് വീണാലും ഷോപ്പിംഗ് കോംപ്ലക്സ് ലൈറ്റ് പോലും മാറില്ല. അത്രയ്ക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് അണ്ടർഗ്രൗണ്ട്, ഒരു സിറ്റി അണ്ടർഗ്രൗണ്ട് എന്നാ പറയണത്. അതും ഈ അമേരിക്ക പറയുന്ന ഈ അൺഡെവലപ്ഡ് ഇറാനിയൻസ് ആണ് ഇത് പണിഞ്ഞേക്കുന്നത്. അപ്പൊ ഈ അമേരിക്കയ്ക്കും ഇന്ത്യക്കും ബാക്കി ചൈനയ്ക്കും ഒക്കെ എന്തോരം കാണും. ഇപ്പൊ വന്നിട്ട് 200-200-300 വർഷമായിട്ടുള്ളൂ ഇവന്മാര്. അപ്പൊ ഇവിടെ ലക്ഷക്കണക്കിന് വർഷം സിവിലൈസേഷൻസ് ഉണ്ടാക്കി ഭരിച്ച രാജാക്കന്മാര് എന്തോരമൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ടാവും. സത്യം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം, ഹിസ്റ്ററിയിലേക്ക് പോവാം. അപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ, നമുക്ക് ഈ 10,000 വർഷങ്ങൾക്ക് മുന്നേ ഈ എർത്തിന് അകത്തുള്ള സിവിലൈസേഷനെ പറ്റി പറയുന്നുണ്ട്. ഏതിലൊക്കെയാണ് പറയുന്നതെന്ന് ഞാൻ പറയാം. യെസ്, ഓഫ് കോഴ്സ്. ഞാനത് പറയുമ്പോൾ, ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അത് എവിടേക്കാണ് എന്തൊക്കെയാണെന്ന് കാണിക്കും. അത് ഇവനോട് പറയുന്ന പോലെ പറയും. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അതിൻ്റെ എന്തെങ്കിലും ഫോട്ടോസോ പേരോ ഒക്കെ കൊടുക്കും. നിങ്ങളത് സെർച്ച് ചെയ്യണം. ഇത് കണ്ടിട്ട് നിങ്ങൾ പോയാൽ ഓക്കെ, വളരെ നല്ലതാണ്. ഇത് കണ്ടിട്ട് നിങ്ങൾ എന്തിനെങ്കിലും പറ്റി ഒന്ന് സെർച്ച് ചെയ്താൽ അവിടെ ഗെയിം മാറും. നിങ്ങളൊരു എൻ്റർടൈൻമെൻറ്റ് അബ്സോർബ് ചെയ്യുന്നെന്നുള്ളതിൽ നിന്ന് നിങ്ങളൊരു സീക്കറായിട്ട് മാറും.
ഗൈസ് വേറൊരു സാധനം എനിക്ക് പറയാനുണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ കുറേ പേര് ഹെയ്റ്റ് കമൻസ് വി ഡോണ്ട് ബോദർ അബൌട്ട് ഇറ്റ്. പക്ഷെ എനിക്കൊരു കാര്യം പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നില്ല യൂട്യൂബിൽ വേറെ ഒരുപാട് 2 hours അല്ലെ 1 hour ഓഫ് പോഡ്കാസ്റ്റിനകത്ത് ഒരു അഡ്വർടൈസ്മെൻറ്റും ഒരു പ്രോഡക്റ്റ് പ്ലേസ്മെൻറ്റും ഒരു അജണ്ടയും പ്ലേസ് ചെയ്യാതെ വേറെ പോഡ്കാസ്റ്റ് ഉണ്ടെന്ന്. ഞങ്ങൾക്ക് ഇവിടെ വന്നിരുന്ന ഇതുവരെ ഒരു രൂപ ഇതിന് കിട്ടിയിട്ടില്ല. ആൻഡ് ഞങ്ങളിത് ചെയ്യുന്ന ശരിക്കും ഇതിനകത്ത് ഷിയർ പാഷൻ കൊണ്ട്. രണ്ടാമത്തെ കമ്മ്യൂണിറ്റി ഞങ്ങൾക്ക് ഭയങ്കര ഇൻഡപ്റ്റഡ് ആയിട്ട് ഒരുപാട് പേര് ഞങ്ങളുടെ അടുത്ത് ഞാനൊരു 20 പേര് 30 പേര് വാട്സപ്പ് കമ്മ്യൂണിറ്റി വന്നാൽ പൊളിക്കാം, എനിക്കിത് ഷെയർ ചെയ്യാന്ന് പറഞ്ഞു. 2 daysനകത്ത് എനിക്ക് 300+ ആളുകളാണ് ജോയിൻ ചെയ്തത്. ആൻഡ് അവർ എന്നും സംസാരിക്കുന്നുണ്ട്. ബ്യൂട്ടിഫുൾ പീപ്പിൾ. അതെ, ബ്യൂട്ടിഫുൾ പീപ്പിൾ ആണ്. ആ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞത് അത് കേരളത്തിലെ തന്നെ വൺ ഓഫ് ദി റെയറസ്റ്റ് കമ്മ്യൂണിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ ഓപ്പൺ മൈൻഡഡ്, ബ്രൈറ്റ് മൈൻഡ്സ്. അവർ ഈ എന്നെ പോലെയും നിങ്ങളെപ്പോലെയും മാട്രിക്സിന്റെ അടിമകളായി പോയി. അടിമകൾ എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യണം, രാവിലെ 5 മണിക്ക് എണീക്കണം, 6 മണിക്ക് എണീക്കണം. ആ ഒരു രീതിയിൽ പെട്ടുപോയ ഞങ്ങളെപ്പോലുള്ളവരാണ് പോഡ്കാസ്റ്റ്. അത് വേറെ ഫണി ഫാക്ട് എന്ന് പറഞ്ഞാൽ അവരെന്നിട്ടും അതിന് സമയം കണ്ടെത്തുന്നു. പ്രൊഫസേഴ്സ്, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് ഒക്കെയാ. വേറൊരു കാര്യങ്ങൾ എനിക്ക് പറയാനുള്ള, നിങ്ങൾക്ക് ഇതുപോലത്തെ വാല്യൂഫുൾ കണ്ടന്റിന് വേണ്ടി പ്ലീസ് സബ്സ്ക്രൈബ്. ഞങ്ങൾ ഒരു പ്രൊഡക്റ്റ് പ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഇതിനകത്ത്. നിങ്ങൾ വിചാരിക്കേണ്ട ഗേറ്ററോഡിന്റെയും മിൽക്കി ബാറിന്റെയും ഒരു ആഡും വരത്തില്ല. അതിനകത്ത് നിന്ന് വരുന്ന ലാഭം ഞങ്ങൾക്ക് വേണ്ട. അത് നമുക്ക് വേണ്ടാന്ന് തീരുമാനിച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഞങ്ങൾ ആൽഗോരിതം കുറച്ച് ഓടുന്നെന്ന് ഞങ്ങൾക്കറിയാവുന്ന വീഡിയോസ് ആണ് ചെയ്യുന്നത്. സത്യം. അതെ, അതുകൊണ്ട് ഞങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ നിൽക്കണ്ട. പിന്നെ അച്ഛനും അമ്മയ്ക്കും വിളിക്കും, എടാ ശിവാസ നിന്നെ നോക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നവര് ഓക്കെ, നിങ്ങളുടെ അച്ഛനും അമ്മയും സുഖമായിട്ടിരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് ബ്രോ അതിൽ നിന്ന് സന്തോഷം കിട്ടുന്നില്ല. ഞാനപ്പോ വിചാരിച്ചത് എന്റെ അപ്പനെ അമ്മനെ വിളിച്ചെങ്കിലും അവൻ 1 മണിക്കൂർ നല്ല വചനം കേട്ടല്ലോ. എടാ, അത് നിന്റെ ജീവിതത്തിൽ ഒരു തിരിവുണ്ടാവട്ടെ, അത്രേ ഉള്ളൂ. മേ ഗോഡ് യുവർ ഗോഡ് ബ്ലെസ് യു. സോ ബാക്ക് ടു ദ സംഭവം. ഇനി എന്നെ വഴി മാറ്റില്ല, 3-4 വട്ടമായി. ഇത് പറയണമെന്ന് തോന്നി. അത് പറയേണ്ട കാര്യമായിരുന്നു. ഓക്കെ, അപ്പോ ഈ പല മിത്തുകളും നമ്മൾ ഇങ്ങനെ പറയുന്നതിനകത്ത് ഇവരെല്ലാം പറയുന്നത് അണ്ടർഗ്രൗണ്ടിൽ ഭയങ്കരമായിട്ട് ഇന്റലിജന്റ് അല്ലെങ്കിൽ സുപ്പീരിയർ ബീങ്സ് ജീവിച്ചിരുന്നു എന്നാണ്. അതും പല രീതിയിൽ പല കഥകളിൽ പല കോണ്ടിനെന്റ്സിലാണ് പറയുന്നത്. ഇത് ഏത് സിവിൽ, ബുദ്ധിസ്റ്റ് ഞാൻ പറയാം. അതെ ഞാൻ പറയുന്നില്ല, ഞാൻ പറയുമ്പോൾ ഐ വിൽ പ്രൊവൈഡ് യു ദ എവിഡൻസ്. ഇങ്ങനെയൊക്കെ പറയുന്നത് ആരാണ്, എവിടാണ്, എന്താണെന്ന് നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ ബുദ്ധിസം. നമുക്ക് ആദ്യം തന്നെ ബുദ്ധിസം എടുക്കാം. ബുദ്ധിസത്തിൽ അവരുടെ ബിലീഫ് സിസ്റ്റത്തിൽ ബുദ്ധിസം ഒരു ക്ലോസ് റിലീജിയൻ ആണ് ഏകദേശം. അതിൽ അവർക്ക് എന്തൊക്കെ വിശ്വസിക്കണം എന്തൊക്കെ വിശ്വസിക്കേണ്ട എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ദേ ഫേംലി ബിലീവ് എന്ന് പറഞ്ഞാൽ അവർ ഞാനിങ്ങനെ വിചാരിക്കുന്നു എന്നല്ല, അവരുടെ ബുദ്ധിസ്റ്റ് ആവണമെങ്കിൽ ഇത് വിശ്വസിച്ചേ പറ്റൂ. ബുദ്ധിസത്തിൽ വിചാരിച്ചേക്കുന്നത് അഗാർത്ത എന്ന് പറയുന്ന ഒരു സിറ്റി ഉണ്ട്. അതൊരു വെസ്റ്റേൺ വാക്കാണ്. അത് അഗാർത്ത എന്ന് പറയുന്നത് ബുദ്ധിസത്തിലും ഉണ്ട്. അഗാർത്ത എന്ന് ഈസ്റ്റേൺ ആണ്, പക്ഷെ വെസ്റ്റേൺ ആയിട്ടാണ് ലോകത്തിൽ പ്രചരിക്കുന്നത്. അപ്പോൾ അഗാർത്ത എന്ന് പറയുന്ന ഒരു ലോകമുണ്ട്. ആ ലോകത്ത് ഭരിക്കുന്നത് ഒരു മിസ്റ്റീരിയസ് കിങ് ആണ് ഭരിക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. ബുദ്ധിസം വിശ്വസിക്കുന്ന കാര്യമാണ്. എന്നിട്ട് അവർ വേറൊരു കാര്യം വിശ്വസിക്കുന്നുണ്ട്. അഗാർത്തയില് മില്യൺസ് ഓഫ് ബീയിങ്സ് ആണ് ജീവിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 10 ലക്ഷം 20 ലക്ഷം കോടിക്കണക്കിന് പേര് അവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. അത് മാത്രമല്ല, അവരുടെ ലോകവും നമ്മളുടെ ലോകവും കണക്ട് ചെയ്തേക്കുന്നത് വാസ്റ്റ് നെറ്റ്വർക്ക് ഓഫ് ടണൽസിൽ കൂടെയാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് അവരുടെ ലോകത്ത് പോകാൻ ഭയങ്കര പാടാണ്, പക്ഷേ വഴികളുണ്ട്. അവർക്ക് നമ്മളുടെ ലോകത്ത് വരാൻ എളുപ്പമാണ്. അത് രണ്ടും ഒരേ വഴികളാണ്, പക്ഷെ പല വഴികളും ഗാർഡ് ചെയ്തേക്കുന്നത് പല സിവിലൈസേഷൻസ് ആണ്. പണ്ട് ജീവിച്ചിരുന്ന ബുദ്ധിസം ബിലീവ് ചെയ്തേക്കുന്നതാണ്. പല 7-8 വഴികളുണ്ട്. അതിൽ ഗാർഡ് ചെയ്തേക്കുന്നത്, ഒരെണ്ണം ഗാർഡ് ചെയ്തേക്കുന്നത് ദ്രാവിഡിയൻസ് ആണെങ്കിൽ മറ്റൊന്ന് ഗാർഡ് ചെയ്തേക്കുന്നത് സൈബീരിയൻസ് ആണ്, വേറൊന്ന് ഗാർഡ് ചെയ്തേക്കുന്നത് ഈജിപ്ഷ്യൻസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വിശ്വാസം കൊണ്ടുവന്നതാണ് ബുദ്ധിസം. ബുദ്ധിസത്തിന്റെ ഈ കാര്യത്തിന് വേറെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ, ബുദ്ധിസം ഇസ് എ ക്ലോസ്ഡ് റിലീജിയൻ. ക്ലോസ്ഡ് റിലീജിയൻ ആയതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഇപ്പം ഇൻക്വിസിഷന്റെ സമയത്ത് ക്രിസ്ത്യാനിറ്റി വാണ്ടഡ് ടു സ്പ്രെഡ്, ബാക്കിയുള്ള ടൈംസിൽ ഇസ്ലാം വാണ്ടഡ് ടു സ്പ്രെഡ്, ഇന്ത്യയിലാണല്ലോ ചില സമയങ്ങളിൽ ഹിന്ദുസം വാണ്ടഡ് ടു സ്പ്രെഡ് ഉറപ്പായിട്ട്. പക്ഷെ ബുദ്ധിസം എന്ന് പറഞ്ഞൊരു ക്ലോസ് റിലീജിയൻ, ദേ നെവർ എൻഫോഴ്സ് എനിബഡി ടു ഫോളോ ദം. പക്ഷെ അതിന് ഭയങ്കര ഹാർഡ് ഡിസിപ്ലിനും അതേപോലത്തെ സാധനങ്ങളാണ്. ആൻഡ് അവരുടെ നോളജ് എപ്പോഴും അവരുടെ ക്ലോസ്ഡ് കമ്മ്യൂണിറ്റിയിൽ റിട്ടേൺ ആയിട്ട് സേഫ് കീപ്പ് ചെയ്യുന്ന വളരെ കുറച്ച്
സിവില് എനിക്ക് റിലീജിയന് ഉപരി അതൊരു കൾച്ചർ എന്ന് പറയുന്നതിന് ഇച്ചിരി കൂടെ ആപ്റ്റ്. അതൊരു കൾച്ചർ. ബുദ്ധിസം ഈസ് എ കൾച്ചർ. ബുദ്ധിസം എന്ന് പറയുന്നത് അവര് ബുക്കിൽ എഴുതി വെക്കുന്നത് പോലെ ഇവര് ലാമ അല്ലെങ്കിൽ ദലൈലാമ എന്നൊക്കെ പറയുന്ന ആളുകൾ വരും. അവർ ദലൈലാമയ്ക്ക് മാത്രം അറിയാവുന്ന രഹസ്യങ്ങൾ ഈ ഭൂമിയിലേ ഉണ്ട്. അതെ, അതുകൊണ്ട് എന്തോരം പ്രശ്നങ്ങൾ ഈ ലോകത്തുണ്ടായാലും അവര് ദലൈലാമയായിരിക്കണം, ദ ലാസ്റ്റ് ഹ്യൂമൻ ടു ഡൈ എന്നാണ് അവർ പറയുന്നത്. ഗൈസ്, ബുദ്ധിസത്തിനകത്തുള്ള എവിഡൻസ് നിങ്ങൾ ബ്ലൈൻഡഡ് ആയിട്ട് എടുക്കണമെന്ന് വെച്ചാൽ ഞാൻ സംബന്ധിച്ച് എനിക്കത് ഇച്ചിരി ട്രസ്റ്റ് വർത്തി ബാക്കിയുള്ള റിലീജിയൻ. ഹിന്ദുയിസം പറയുന്നതിലും ക്രിസ്ത്യാനിറ്റി പറയുന്നതിലും ഇസ്ലാം പറയുന്നതിനെക്കാട്ടിയും ബുദ്ധിസം ഒരു കാര്യം പറയുകയാണെങ്കിൽ അതിലൊരു കാര്യം കാണുമെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഞാൻ. കാരണം ബുദ്ധിസം എല്ലാ എവിഡൻസും ഇപ്പോൾ ഹൈഡ് ചെയ്യാനേ ശ്രമിക്കും. അതെ അതെ. അതുപോലെ തന്നെ ബുദ്ധിസം ഇങ്ങനെ പറയുന്നു. രണ്ടാമത് ഇന്ത്യ പറയുന്നുണ്ടല്ലോ ഒരു അണ്ടർഗ്രൗണ്ട് ഇതിനെ പറ്റി, പാതാള എന്നൊക്കെ പറയുന്നത്. പതാള എന്ന് പറയുന്ന സ്ഥലം നമ്മൾ പലതാണെന്നും വേറൊരു കഥയിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ടെക്സ്റ്റിൽ എന്താ പറയുന്നതെന്ന് ടെക്സ്റ്റിലെ കാര്യം പറയാം. പാതാള എന്ന് പറയുന്നത്, പാതാള എന്ന് പറയുന്ന വാക്ക് നമ്മൾ എടുത്ത് സംസ്കൃതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ കറക്റ്റ് അർത്ഥം ദാറ്റ് വിച്ച് ഈസ് ബിലോ ദ ഫീറ്റ്. പാതാള, പാദത്തിന്റെ താഴെ. അതെ, പാദത്തിന്റെ താഴെ ഉള്ളത് എന്തോ എന്ന് പറഞ്ഞാൽ സർഫസിനടിയിൽ എന്താണ്. പാതാള എന്ന് പറഞ്ഞിട്ട് അതിന്റെ കൂടെ എപ്പോഴും ഒരു വാക്കൂടെ വിളിക്കും, പാതാള ലോക, പാദത്തിന്റെ താഴെയുള്ള ലോകം. അതെ, പാതാള ലോകത്തിനെ പറ്റി പറയുന്നുണ്ട്. അവിടെ എന്താണ് പറയുന്നത്? പാതാളത്തിൽ ബിഗ് ബ്യൂട്ടിഫുൾ മൗണ്ടൻസ് ഉണ്ട്, അതുപോലെ തന്നെ ക്രിസ്റ്റൽ ക്ലിയർ ലേക്സ് ഉണ്ട്. അതുപോലെ ഭൂമിയിൽ നിന്നും ഭയങ്കര വ്യത്യാസമാണ് പാതാള. അവിടുത്തെ ആളുകൾക്ക് വ്യത്യാസമുണ്ട്, അവിടുത്തെ ബീയിങ്സിന് വ്യത്യാസമുണ്ട്, അവിടുത്തെ കൾച്ചർ, അവിടുത്തെ രീതികൾ, ജോയ്, സാഡ്നെസ്, ഇതെല്ലാം വേറെ വേറെ മാനിഫെസ്റ്റേഷനിലാണ് അവിടെ വർക്ക് ചെയ്യുന്നതാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ പറയും ഓക്കെ ബുദ്ധിസവും ഇതും നമ്മൾ കേട്ടിട്ടുണ്ട്, നീ ഇപ്പോൾ കുറേ നാളായല്ലോ. എന്നാൽ നിങ്ങൾ വേറൊരു കാര്യം കേട്ടോ, മായൻ സിവിലൈസേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? മായൻ സിവിലൈസേഷൻ സൗത്ത് അമേരിക്കയിലുള്ളതാണ്. മായൻ സിവിലൈസേഷനിലെ മറ്റേ അമ്പലമൊക്കെ ഉള്ള മറ്റേ കിടിലൊരു, അതെ അതെ, എന്തോ അത് മായൻ സിവിലൈസേഷനും മറ്റേ അണ്ടർഗ്രൗണ്ട് ഇഷ്ടം പോലെയുള്ള മറ്റേ ഈജിപ്റ്റ് പിരമിഡിനാണ്. അതെ 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 അതെ. അപ്പൊ മായൻ സിവിലൈസേഷനകത്തൊരു പുസ്തകമുണ്ട്, പോപ്പൽ വോഹ് എന്നാണ് പേര്. പോപ്പൽ വോഹ്, അതിന്റെ പേരും ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുത്തേക്കാം, യു ഗൈസ് ഡു യുവർ റിസർച്ച്. അതിനകത്ത് ഒരു കഥയുണ്ട്, ഓസ് എന്ന് പറയുന്ന സ്റ്റോറി എന്ന് പറയുന്ന ആ ഒരു ബുക്കിനകത്തെ ഒരു സ്റ്റോറിയാണ്. ഇപ്പൊ ഭഗവത്ഗീതയിൽ രാമായണത്തിൽ കിഷ്കിന്ധകാന്ഡമുണ്ട്. അതുപോലെ പല പല കാണ്ഡത്തിലെ ഒരു കഥയാണ് സിബാല. ബാല എന്ന് പറഞ്ഞ കാലുവല്ലോ അറിയത്തില്ല, ഷി ബാല. ഞാൻ ചുമ്മാ പറഞ്ഞേട്ടെ. ഹിന്ദുയിസത്തിൽ വേറൊരു സാധനമുണ്ട്, ശംബാല എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, ദ അണ്ടർഗ്രൗണ്ട് സിറ്റി വേർ കൽക്കി ഈസ് ഗോണ കം. ശംബാല എന്ന് പറയുന്ന പോലെ മായൻ സിറ്റിയിൽ സൗത്ത് അമേരിക്കയിൽ സിബാല എന്ന് പറയുന്നത് ഒരു അണ്ടർഗ്രൗണ്ട് സിവിലൈസേഷനാണ്. ആ അണ്ടർഗ്രൗണ്ട് സിവിലൈസേഷനെ പറ്റി ഒരു ഫുൾ കഥയുണ്ട്, ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതിനകത്ത് പറഞ്ഞേക്കുന്നത് സിബാലയിൽ ഉണ്ടായിരുന്നത് 2 ട്വിൻ ബ്രദർ അല്ലെങ്കിൽ 2 ബ്രദേഴ്സ് ഭൂമിയിലേക്ക് അറിയാതെ വന്നു. ഭൂമിയിലേക്ക് വന്നിട്ട് അവർ ആദ്യമായിട്ട് ഭൂമി കണ്ടിട്ട് അവിടെ ഇവിടെ എല്ലാം നടന്നിട്ട് ഫസ്റ്റ് സെറ്റിലേഴ്സ് ഇൻ ദ സർഫസ് വേൾഡ് അവരായിരുന്നു. ആ ബുക്കിനകത്ത് പറയുന്ന ഹ്യൂമൻ സിവിലൈസേഷൻ സ്റ്റാർട്ടഡ് ഫ്രം ഏലിയൻസ് അണ്ടർഗ്രൗണ്ട്. അതെ അതെ അതെ. അപ്പോ ഇവരിവിടെ വന്നപ്പോൾ വേറെ കുറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പക്ഷേ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് ഈ 2 ട്വിൻ ബ്രദേഴ്സ് അല്ലെങ്കിൽ ബ്രദേഴ്സ് വന്നിട്ടാണ് ഇത് കണ്ടത്. ഇവർ വന്നിട്ട് ആദ്യമേ ചെയ്ത എന്താ അറിയാവോ? അവിടെയുള്ള പാമ്പുകളെ മൊത്തം കൊന്നൊടുക്കേണ്ടി വന്നു ഇവിടെ ലോകം ഉണ്ടാക്കാനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് നമുക്ക് പോഡ്കാസ്റ്റ് കേൾക്കുന്നവർക്ക് കുറച്ചൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. മേ ബി ദ ഏൻഷ്യൻ റെപ്റ്റിലിയൻസ് അല്ലെങ്കിൽ നാഗാസിനെ പറ്റിയായിരിക്കും പറയുന്നത്. ഭൂമിയുടെ അവകാശികൾ നാഗകളാണെന്ന് നമ്മൾ എല്ലാ പോഡ്കാസ്റ്റിലും പറയും. അണ്ടർഗ്രൗണ്ടിൽ നിന്ന് വന്ന ആ 2 ട്വിൻ ബ്രദേഴ്സ് ലോകത്ത് വന്ന് നാഗങ്ങളെ മുഴുവൻ നശിപ്പിച്ചു. എന്നിട്ട് അവർ ഫസ്റ്റ് പീപ്പിൾ, മനുഷ്യർ ഭൂമിയിൽ സെറ്റിലായി എന്നാണ് മായൻ ടെക്സ്റ്റിലായ പോപ്പൽ വോയിലെ സിബാല എന്ന് പറയുന്ന അണ്ടർഗ്രൗണ്ട് സിറ്റിയുടെ കഥ. പക്ഷെ ഇത് അനുനാക്കിയായിട്ട് നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുമോ? അനുനാക്കിയായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അനുനാക്കി ആയാലും ഏലിയൻ സിവിലൈസേഷൻസ് ആയാലും നമ്മളുടെ ഒരു കോമൺ മിസ്കൺസെപ്ഷൻ ഞാൻ പറയാം. ഞാനും ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഗോഡ്സ് കമ്മിങ് ഫ്രം ദ സ്കൈ, ഫ്രം ട്രെംബ്ലിങ്. ഇത് ആൻഡ് നമ്മൾ വിചാരിക്കുന്നത് ഇവര് സ്പേസിൽ നിന്ന് വരുവാണെന്നാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു ജീവിതത്തിൽ ഒരിക്കലും ഇപ്പം ഒരു പ്ലെയിനോ ഒരു കാറോ ഒരു ബൈക്കോ കണ്ടിട്ടില്ലാത്ത ഒരാൾക്ക് തൊട്ടപ്പുറത്തെ സിറ്റിയിൽ നിന്ന് ഒരു ഹെലികോപ്റ്ററിൽ വന്ന് ഇവിടെ ഇറങ്ങിയാലും
അവര് പറയാൻ പോകുന്ന അവര് ആകാശത്തുനിന്ന് വന്നെന്നാ. മനസ്സിലായോ? ഗുഡ് പോയിന്റ്. യാ, എന്ന് വെച്ചാൽ നെസസറിലി ഈ ഏലിയൻസ് വന്നു എന്ന് പറയുന്നത് ഏലിയൻസ് ആവണമെന്നില്ല. വേറൊരു കോണ്ടിനെന്റിൽ ഹൈലി അഡ്വാൻസ്ഡ് ജീവികൾ വന്നതായിരിക്കാം. ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് ഇന്ദ്രൻ ആഫ്രിക്കയിൽ പോയാൽ ആഫ്രിക്കക്കാർ എഴുതിയിരിക്കുന്നു ആകാശത്തുനിന്ന്. അതെ, യഥാർത്ഥ ഇന്ദ്രൻ ജസ്റ്റ് മേഡ് ആൻ ഇന്റർ കോണ്ടിനെന്റൽ ട്രാവൽ. അതൊരു നമ്മളെല്ലാവരും വിട്ടുപോകുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ ഏലിയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദിസ് ഈസ് എ പോയിന്റ് ആൻഡ് ദിസ് ഈസ് എ മോസ്റ്റ് പ്രോബബിൾ പോയിന്റ്. അപ്പോൾ അതാണ് നമ്മുടെ മയൻ സിവിലൈസേഷൻ പറയുന്നത്. അതുപോലെ തന്നെ ആസ്ടെക് സിവിലൈസേഷനിൽ പറയുന്നുണ്ട്. ആസ്ടെക്സ് എന്ന് പറഞ്ഞാൽ സൗത്ത് അമേരിക്കയിൽ മായൻസിനെ പ്രീഡേറ്റ് ചെയ്യുന്ന, അവർക്ക് മുന്നേ, അതെ, മായൻസിന് മുന്നേ മായൻസിന്റെ കഥകളിൽ ആസ്ടെക്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പണ്ട് ആസ്ടെക്സുകൾ ഉണ്ടായിരുന്നു. ആസ്ടെക്സ് എന്നൊക്കെ പറയുന്നത് അനുനാക്കി ആ ഒരു അത്രയും ബാക്കിലോട്ട് പോകും. അതെ അതെ, ഭയങ്കര ബാക്കിലോട്ട് പോകും. അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചീക്കോ മോത്സോക്ക് പേരും ബുക്കും എല്ലാം ഞാൻ കൊടുക്കും. ചീക്കോ മോത്സോക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലം ഭൂമിക്കടിയിലുണ്ടായിരുന്നു. ആ ഭൂമിക്കടിയിൽ നിന്നാണ് ആസ്ടെക് പീപ്പിളായ ഞങ്ങൾ ഭൂമിയിലോട്ട് വരുന്നത്. എന്തിനാണ് വന്നത്? ദൈവത്തിന്റെ പ്രഖ്യാപനം മൂലം കരയിൽ ജീവിക്കാൻ. ഞങ്ങൾക്ക് വരണമെന്നില്ലായിരുന്നു, ഞങ്ങൾ താഴെ ഹാപ്പി ആയിരുന്നു. പക്ഷെ ആരോ കൽപ്പിച്ചു, ഞങ്ങൾക്ക് വരേണ്ടി വന്നു, യുദ്ധം ചെയ്യേണ്ടി വന്നു. യുദ്ധം ചെയ്യുന്ന ആരെയാണ്? ഭൂമിയുടെ അവകാശികളെ. ആൻഡ് ആസ്ടെക് വാറിൽ എല്ലായിടത്തും നോക്കിക്കോ, മനുഷ്യര് പാമ്പുകളുമായിട്ട് യുദ്ധം ചെയ്യും. അതെ, മനുഷ്യര് പാമ്പുകളും സർപ്പങ്ങളും ഡ്രാഗൺസ് എന്നൊക്കെ അവർ പറയുന്നത്. ഡ്രാച്ചെ എന്ന വാക്കുകളാണ് അവിടെ വരുന്നത്. മനുഷ്യര് എവിടെ നോക്കിയാലും ഹ്യൂമനോയിഡ് ഫിഗേഴ്സ് ഫൈറ്റിംഗ് നാഗാസ്. ഞാൻ ചെയ്യാൻ പോകുന്ന ഏറ്റവും അടിപൊളി എപ്പിസോഡ്, വ്യൂസിന്റെ കാര്യം എനിക്ക് നോ, കണ്ടന്റ് എന്ന രീതിയിൽ നാഗങ്ങളെ പറ്റിയ ഒരു എപ്പിസോഡ് ഞാൻ ചെയ്യും. അത് ഞാൻ ചെയ്യുമ്പോൾ അതിന് ഞാൻ പറയുന്ന ഓരോ വാക്കും റിസർച്ച്ഡ് ആയിട്ട് ചെയ്യണമെന്ന് എനിക്ക് ഇതുണ്ട്. ഞാൻ അവരെ പറ്റി ചെയ്യുന്നത് ഒരു എൻ്റെ ഒരു ഓണറായിട്ട് ഞാൻ എടുക്കുന്നു. ഐ മീൻ, നമ്മൾ ഇവിടെ വന്ന് നശിപ്പിച്ചില്ലാതാക്കി കളഞ്ഞൊരു സ്പീഷീസാണ് അവർ. അവരെ പറ്റി അവരങ്ങനെ ഉണ്ടായിരുന്നതിൻ്റെ തെളിവ് നിങ്ങൾക്ക് തരുമ്പോൾ ഞാൻ വലിയ എന്തോ കാര്യം ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ വൃത്തിയായിട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അതും ആസ്ടെക്സിൻ്റെ കഥയാണ്. അങ്ങനെ മനുഷ്യർ ഞങ്ങളെ കമാൻഡിൽ വന്നു, ആർമിയായിട്ട് വന്നു, ഞങ്ങൾ ഡ്രാഗൺ വാർ നടത്തി നമ്മൾ ജയിച്ചു. ഈ ഇംഗ്ലീഷ് മിത്തോളജി ആയാലും ഫ്രഞ്ച് മിത്തോളജി ആയാലും വി ക്യാൻ സീ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ മനുഷ്യർ ഡ്രാഗനുമായിട്ട് യുദ്ധം നടത്തിയിട്ടുണ്ടെന്നൊക്കെ ഉള്ള കഥ. ഡ്രാഗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ഫ്ലൈയിങ് അല്ലെങ്കിൽ ഒരു റെപ്റ്റിലിയൻ ബീങ് ആണ്. ഡ്രാഗൺസ് വാർ നോർത്ത് അമേരിക്ക ഡ്രാഗൺ എന്ന് പറയുന്നു. ചൈനയിൽ എന്താണ് പറയുന്നത്? ഡ്രാഗൺ എന്നാണ് പറയുന്നത്. നാഗാലാൻഡിൽ എന്താണ് പറയുന്നത്? നാഗാസ് എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ എന്താണ് പറയുന്നത്? സർപ്പങ്ങൾ അല്ലെങ്കിൽ സറാബ് എന്നാണ് പറയുന്നത്. ക്രിസ്ത്യാനിറ്റിയിൽ ഇവരെ എന്താ വിളിക്കുന്നത്? ചെറബീം എന്നാ പറയുന്നത്. ചെറബീം, ചെറബീം, സെറാഫ് എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും പറയുന്നുണ്ട്. ക്രിസ്ത്യാനിറ്റിയിൽ ചെറബീം എന്ന് പറയുന്നുണ്ട്. ഇവിടെ ക്രിസ്ത്യാനിറ്റി ചെറബീം എന്ന് പറയുന്നുണ്ട്. ഇത് ഈജിപ്ഷ്യൻ സുമേരിയൻ മിത്തോളജിയിൽ ഷറാഫ് എന്ന് പറയുന്നുണ്ട്. ഇന്ത്യയിലോട്ട് വരുമ്പം സർപ്പം ആവുന്നുണ്ട്. എവിടെ നോക്കിയാലും ഇത് നാഗാസ് അല്ലെ റെപ്റ്റീരിയൽ ബീയിങ്ങിന്റെ പ്രസൻസ് ഭയങ്കരമായിട്ട് നമ്മുടെ കൾച്ചറിൽ തന്നെ, ഹിന്ദു കൾച്ചറിൽ അല്ലെങ്കിൽ ഇന്ത്യൻ കൾച്ചറിൽ തന്നെ ഉണ്ട്. സർപ്പങ്ങളും പാമ്പുകളുമായിട്ടുള്ള യുദ്ധമാണ്. ഗരുഡന്മാരും നാഗന്മാരും. ഗരുഡന്മാരെ നമ്മൾ ഭയങ്കര മനുഷ്യന്മാരുടെ പ്രൊട്ടക്ടേഴ്സ് ആയിട്ടാണ് കണ്ടത്. ഗരുഡന്മാർ എന്താണ് ചെയ്തത്? ഇന്ദ്രൻ ഉൾപ്പെടെ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു, ഇന്ദ്രൻ ഉൾപ്പെടെ ഇന്ദ്രപ്രസ്ഥം പണിയാൻ മറ്റേ കാട്, നാഗങ്ങൾ ജീവിച്ചിരുന്ന കാട് വെട്ടിത്തെളിച്ചെന്നല്ല, എന്നിട്ട് അവിടുന്ന് നാഗങ്ങളെ ഇല്ലാതാക്കി നാഗങ്ങൾ ബാക്കിയുള്ള സ്ഥലത്തോട്ട് സ്പ്രെഡായി. ചൈന, നേപ്പാള്, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി സ്പ്രെഡായിട്ട് ഇന്ത്യയിൽ ന്യൂഡൽഹി ഇരിക്കുന്ന സ്ഥലത്താണ് പുള്ളി ഇന്ദ്രപ്രസ്ഥം പണിഞ്ഞേക്കുന്നത്. അവിടെയും എന്താണ്? ഹ്യൂമൻസ് ഓർ ഗോഡ്സ് ഫൈറ്റിംഗ് നാഗാസ്. So back to the point. We are almost 40 minutes down. Okay, this will be a 2 episode സംഭവം. ആൻഡ് അപ്പോൾ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് സർഫസ് വേൾഡിൽ വന്ന് ഇത് പറഞ്ഞു. അതുപോലെ എന്താ പറഞ്ഞത്? ഇതുപോലെ ഒരു റിസർച്ചർ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ നമുക്ക് ഇതിനെപ്പറ്റി ആലോചിച്ച് പോയാലോ, ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാം. ഈ 2-3 സിവിലൈസേഷൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി സിവിലൈസേഷൻ എന്തായിരിക്കും പറയുന്നത്? നമുക്ക് റിട്ടൺ സ്ക്രിപ്റ്റേഴ്സ് പഠിക്കാമെന്ന് പറഞ്ഞു പോയി. അപ്പത്തിന് സുമേറിയൻസിൻ്റെ സ്ക്രിപ്റ്റേഴ്സ് എടുത്തു.
ഈജിപ്ഷ്യൻ അല്ല, സുമേറിയൻസിന്റെ സ്ക്രിപ്ചർ എടുത്തപ്പോൾ അവിടെ കുർ എന്ന് പറയുന്ന KUR എന്ന് പറയുന്ന ഒരു സ്ഥലം, കുറിനെ പറ്റി എന്താണ് പറഞ്ഞേക്കുന്നത്? ഇറ്റ് ഈസ് ആൻ അണ്ടർഗ്രൗണ്ടിലുള്ള ഒരു സ്പിരിറ്റ് റെലമാണെന്ന്. അണ്ടർഗ്രൗണ്ടിലുള്ള സ്പിരിറ്റ് റെലം. ഈ സ്പിരിറ്റ് റെലം എന്തിനെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്? മരിച്ച ആളുകൾ അവിടെ പോകുന്നു, അല്ലെങ്കിൽ മരിക്കാൻ വേണ്ടി പോകുന്നവർ അവിടെ പോകുന്നു. എന്നിട്ട് ഈ സ്പിരിറ്റ് റെലം എവിടെയാണ്? ഭൂമിയുടെ അടിയിലാണ്. പക്ഷേ അത് ചുറ്റും 7 ഗേറ്റുകൾ കൊണ്ട് തടഞ്ഞു വെച്ചേക്കാണ്. ആ പടം ഞാൻ കൊടുക്കാം. അവരുടെ സുമേരിയൻ ടാബ്ലറ്റ്സിലെ അത് ട്രാൻസ്ക്രൈബ് ചെയ്തിട്ടുള്ള പടമാണ്. 7 ഗേറ്റുകൾ കൊണ്ട് ആ ലോകം മറച്ചു വെച്ചേക്കാണ്. 7 ഗേറ്റും 7 സ്ഥലത്തോട്ടാണ്. അപ്പൊ പോട്ടെ, സുമേരിയൻ ആയിരിക്കോട്ടെ, അങ്ങനെ ഒരു കഥ കേട്ട് നമ്മൾ വിട്ടേക്ക്. ഇനി അടുത്തത് ബാബിലോണിയൻ കഥയിൽ ഇർക്കാല എന്ന് പറയുന്ന ഒരു കഥ. ബാബിലോണിയൻ റിലേറ്റീവ്ലി പുതിയതായിട്ട് വരുന്നൊരു സിവിലൈസേഷൻ അല്ലേ? നോ, അതിന് ഭയങ്കരമായിട്ട് പഴയതിലോട്ട് റൂട്ട്സ് ഉണ്ട്. അവർ ഭയങ്കരമായിട്ട് അവരുടെ റൂട്ട്സ് കീപ്പ് ചെയ്യുന്ന ഒരു സംഭവങ്ങളാണ്. അപ്പോൾ ബാബിലോണിയയിൽ അവർ ഇർക്കാല എന്ന് പറയുന്ന ഒരു സ്ഥലത്തിനെ പറ്റി പറയുന്നുണ്ട്. ഇർക്കാല എന്ന് പറയുന്നത് എന്താണ്? അവർ പറയുന്നത് ഇറ്റ് ഈസ് എ നെതർ വേൾഡ് റൂൾഡ് ബൈ ഗോഡ്സ്. നെതർ വേൾഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് അതർ വേൾഡ് ബിനീത്ത് ദ വേൾഡ്. ആ ബിനീത്ത് എന്ന് പറയുന്ന വാക്ക് എവിടുന്ന് വന്നു? അത് അണ്ടർഗ്രൗണ്ട് ആണെന്ന് അവർ തന്നെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ആ ലോകത്തിന്റെ മുകളിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അവിടെയും ഗോഡ്സ് ആണ് റൂൾ ചെയ്യുന്നത്. എന്നിട്ട് അവരെന്താ പറഞ്ഞേക്കുന്നത്? അത് റെലം ഓഫ് ഡെത്ത് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. മരണത്തിന്റെ ലോകമാണ്, കാഠിന്യത്തിന്റെ ലോകമാണ് എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ അവിടെ എന്തൊക്കെയാണ് സ്പെസിഫിക് ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്? അവർ നോ ലൈറ്റ്, നോ ജോയ്, നോ റിട്ടേൺ. 3 കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടുന്ന് കിട്ടില്ല. സൗണ്ട്സ് ലൈക്ക് എ ഹെൽ. യെസ്, സൗണ്ട്സ് ലൈക്ക് എ ഹെൽ എന്ന് നമുക്ക് പറയാം, മോഡേൺ ഹെൽ എന്നൊക്കെ. എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് വെളിച്ചം പോയാൽ തിരിച്ചു വരില്ല, സന്തോഷം പോയാൽ തിരിച്ചു വരില്ല, നിങ്ങൾ പോയാലും തിരിച്ചു വരില്ല. ഇങ്ങനെയാണ് അവർ പറഞ്ഞ് അതിനെ വെച്ചേക്കുന്നത്. എന്നിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഈ റെലത്തിലോട്ട് പോവാൻ 7 ഓപ്പണിങ്സ് ആണുള്ളത്. ആ 7 ഓപ്പണിങ്സും മനുഷ്യൻ അടച്ചു കഴിഞ്ഞു. അവരിനി ഇങ്ങോട്ട് വരാതിരിക്കാൻ 7 റെലവും 7 ഓപ്പണിങ്സും 7 ഗേറ്റ് വെച്ച് നമ്മൾ പണിഞ്ഞടച്ചു. ഇത് ബാബിലോണിയൻ. വേറെ ഇതിനകത്ത് 7 പറഞ്ഞേ സുമേറിയൻസിൽ പറയുന്നുണ്ട്, ബുദ്ധിസത്തിൽ പറയുന്നുണ്ട്, എല്ലാത്തിലും പറയുന്നുണ്ട്. ബാബിലോണിയനിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ഈ 7 സ്ഥലത്തുനിന്നും ഇനി അവർ വരാതിരിക്കാൻ നമ്മൾ അടച്ച് വെച്ചേക്കാണ്. അവരിങ്ങോട്ട് വരാനും നമ്മൾ അങ്ങോട്ട് പോവാതിരിക്കാനും. അവരുടെ നമ്മളുടെ ബന്ധം വിച്ഛേദിപ്പിച്ചു. അവർ നമ്മൾ അറിയാത്ത ഓപ്പണിങ്സ് കാണും, അത് പോട്ടെ. ഇനി അതുപോലെ തന്നെ സെയിം ഡിസ്ക്രിപ്ഷനിൽ വരുന്നുണ്ട് ചൈനീസ് മിത്തോളജിയിൽ ഡിയു എന്ന് പറയുന്നത് എന്താണ്? അണ്ടർഗ്രൗണ്ട് ഉള്ള സ്പിരിറ്റ് റെലത്തിലുള്ള ആളുകളാണ്. ആരെയാണ്? ചൈനീസ് വാർ എന്ന് പറഞ്ഞാൽ ഡ്രാഗൺ വാറിനെ കൊല്ലാൻ ഡെഡായിട്ട് വന്ന മരിച്ചവരുടെ പ്രേതം വന്ന് ഡ്രാഗനെ അറ്റാക്ക് ചെയ്തവരാണ് ഡിയുക്കാർ. അവിടെയും സർപ്പൻ വാറാണ്. അതുപോലെ തന്നെ ജാപ്പനീസിൽ യോമി. ഇതൊക്കെ ഞാൻ പടം കൊടുക്കും, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കണം. സത്യമാണോ കള്ളമാണോ എന്ന് അറിയണ്ടേ ഞാൻ പറയുന്നത്. യെസ്, ഹോപ്പ് യു ആർ റോങ്. യെസ്, വി ഹോപ്പ് യു ആർ റോങ്, ബട്ട് വെൻ യു സെർച്ച് ഇറ്റ് യു വിൽ ഫൈൻഡ് ഇറ്റ് വി ആർ റൈറ്റ്. അപ്പം അപ്പം ചൈനീസിൽ DIYU, ജാപ്പനീസിൽ യോമി YOMI. ഇതെല്ലാം ഇതിനെപ്പറ്റിയാണ് പറയുന്നത്. ഇസ്ലാം, ഈജിപ്റ്റ്, ഗ്രീക്ക്, റോം, ഇതെല്ലാം അണ്ടർഗ്രൗണ്ട് വേൾഡിനെ പറ്റി പറയുന്നുണ്ട്. ഇതെല്ലാം അണ്ടർഗ്രൗണ്ട് വേൾഡിനെ പറ്റി നല്ല വൃത്തിയായിട്ട് പറയുന്നുണ്ട്, അതിനെ പറ്റിയും പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ പലരും വിചാരിക്കും ഇത് ഹെല്ലല്ലേ, ഹെല്ലിനെ പറ്റിയായിരിക്കും പറയുന്നത്, ഇത് തന്നെയല്ലേ നരകം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് പലരും ഉണ്ട്. അപ്പം ഞാൻ പറയട്ടെ, ഹെല്ല് അല്ലെങ്കിൽ നരകം എന്നൊക്കെ പറയുന്നത് ഒരു റിലേറ്റീവ്ലി പുതിയ കൺസെപ്റ്റാണ്, നീ ഇപ്പോൾ ചോദിച്ച പോലെ. കാരണം റിലീജിയൻസ് ഒക്കെ വന്നതിന് ശേഷം ഈ പല കഥകളിൽ ഇസ്ലാമിലും അതെ, അത് നരകം ഇതിൽ ബുദ്ധിസത്തിലും ഒക്കെ ഉണ്ട്, ജൂഡിസത്തിലും എല്ലാത്തിലും ഉണ്ട്. പക്ഷെ ഇത് ഒരു ഭയങ്കര പുതിയൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ലത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകും, നിങ്ങൾ നല്ലത് ചെയ്താൽ നിങ്ങൾ നരകത്തിൽ പോത്തുമില്ല. അപ്പൊ എന്തുവാണ് ഈ പറയുന്നതെന്നുള്ളത് നമ്മളെ ഡിസിപ്ലിനും ഗുഡ് ബിഹേവിയറും എന്താ പറയുന്നത് ഈ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് പഠിപ്പിച്ച് നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മതത്തിന്റെ ഒരു ടൂളാണ് ഈ ഹെല്ല്. പക്ഷെ ഈ ഹെല്ല് പറയുന്ന അതേ മതങ്ങൾ തന്നെ ഈ ശമ്പാളയെ പറ്റിയും പാതാളയെ പറ്റിയും ഡിയുവിനെ പറ്റിയും വേറേതായിട്ട് തന്നെയാ പറയുന്നത്. മനസ്സിലായോ? ഹെല്ല് അഥവാ ശരിയാണെങ്കിൽ ഇറ്റ് ഈസ് എ ലോവർ ഡയമെൻഷൻ, ദിസ് ഈസ് എ ഫിസിക്കൽ പ്ലേസ്. ഇവിടുന്ന് ആളുകൾ വരാതിരിക്കാൻ നമ്മൾ കഥ അടച്ചു വെച്ചേക്കുന്ന സ്ഥലം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന മതങ്ങൾ ഉണ്ടാക്കി ഹെല്ലിൻ്റെ ഒക്കെ മതങ്ങളെക്കാട്ടി മുന്നേ വന്ന കഥയാണ് ഈ ലാൻഡുകളെ പറ്റി, അഗാർത്തയൊക്കെ പറ്റി വന്നേക്കുന്നത്. അപ്പോൾ
ഈ എന്തോ അവിടെ എന്തിനെ പറ്റിയാണ് പറയുന്നത്, അവിടെ ജീവിക്കുന്നത് വെരി അഡ്വാൻസ്ഡ് ബീയിങ്സ് എന്നാണ് പറയുന്നത്. അവർ പണ്ട് സർഫസ് വേൾഡിലോട്ട് വന്ന് അവരുടെ മക്കളെ ഇട്ടിട്ട് അവർ തിരിച്ചുപോയി. ഇത് ഏത് ടെക്സ്റ്റിലാണ് പറഞ്ഞേക്കുന്നത്? ഇത് എല്ലാ ടെക്സ്റ്റിലും ഇത് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. ഇത് കറക്റ്റായിട്ട് പറഞ്ഞേക്കുന്നത് നമ്മുടെ ട്വിൻസിന്റെ കഥയില്ലേ, മായനിലും നമ്മുടെ ആസ്തെക്സിന്റെ ഇതിനകത്തും എല്ലാം പറഞ്ഞേക്കുന്നത് അവര് വന്ന് അവരുടെ മക്കളെ ഇവിടെ യുദ്ധം ചെയ്തിട്ട് അവരുടെ മക്കളെ ഇവിടെ വെച്ചിട്ട് ഗോഡ്സ് തിരിച്ചുപോയി. അവർക്ക് ഇപ്പൊ തിരിച്ചു വരാൻ സമയമായോ ഇല്ലയോ എന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് അനുനാക്കി കഥ. ഇതാണ് അനുനാക്കി കഥ. അനുനാക്കി എന്ന് പറയുന്നത് നിബുരു എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു അണ്ടർഗ്രൗണ്ട് പറയാൻ പറ്റത്തില്ല ഗൈസ്. വി ആർ ഓപ്പൺ ടു എന്താ പറയുന്നത്, ന്യൂ ലൈറ്റ്. ഫസ്റ്റ് ഓഡിയൻസിനൊക്കെ തോന്നുന്നു. അപ്പോ നിങ്ങൾ മനസ്സിലാക്കണം, ആ പല മിത്തുകൾ ഇപ്പം ചൈനീസ് മിത്തോളജിയിൽ പറയുന്നതെന്ന് വെച്ചാൽ അവരാണ് ഹ്യൂമാനിറ്റി ക്രിയേറ്റ് ചെയ്തതെന്നാണ്. ജാപ്പനീസ് മിത്തോളജിയിലാവുമ്പോൾ അവരാണ് ഹ്യൂമാനിറ്റിയെ സിവിലൈസ് ചെയ്തെന്നാവും. നോളജും കാര്യങ്ങളും കൊണ്ടുവന്ന് സിവിലൈസ് ചെയ്തെന്നാവും. എല്ലായിടത്തും എസെൻഷ്യലി സെയിം കഥയാണ് വരുന്നത്, പക്ഷെ ഡിഫറെന്റ് സ്റ്റോറീസിൽ വരുന്നു. എന്തായി സമയമായോ? ഇല്ലല്ല, ഞാൻ ഫ്രെയിം കറക്റ്റ് ആണല്ലോ. അപ്പോൾ ഇത് ഫ്ലഡ് മിത്തിനായിട്ടൊരു കണക്ഷൻ ഉണ്ട്. കാരണം ഫ്ലഡ് മിത്ത് ലോകത്തെ എല്ലാ കൾച്ചറിലും ഉണ്ട്. ഇത്രയും നാൾ അതൊരു മിത്തായിരുന്നു. നൗ സയൻസ് കൺഫേം ചെയ്തിട്ടുണ്ട് ഇങ്ങനൊരു ഫ്ലഡ് നടന്നുവെന്നും അത് ലാസ്റ്റ് ഐസ് ഏജിലായിരുന്നുവെന്നും ഇതിന് മുന്നേ ഇതുപോലെ സൈക്കിൾസ് ഉണ്ടായിട്ടുണ്ടെന്നും അതെല്ലാം ഇപ്പൊ പറയുന്ന പേരാണ് ദ യങ്ങർ ഡ്രയാസ് എന്നുള്ള പേരിൽ ശാസ്ത്രം അംഗീകരിച്ച് കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ നോവയുടെ കഥയും മനുവിൻ്റെ കഥയും പല പല കഥകളും ശാസ്ത്രം അംഗീകരിച്ച് കഴിഞ്ഞു. വിരാക്കോച്ചയുടെ കഥ ഇതെല്ലാം അംഗീകരിച്ച് കഴിഞ്ഞു. അപ്പോൾ അതുപോലെ എല്ലാ എന്താ പറയുന്ന ഈ സൊസൈറ്റികളിലും എല്ലാ കൾച്ചറുകളിലും എല്ലാ മതങ്ങളിലും ഇതുപോലെ തിളങ്ങി നിൽക്കുന്ന ഒരു കഥയാണ് ദി സ്റ്റോറി ഓഫ് ദി അണ്ടർഗ്രൗണ്ട് സിവിലൈസേഷൻ. ഇപ്പോൾ നമ്മൾ അതിന് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കരമായ തെളിവുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തെളിവുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് ഒരു ഇൻഫർമേറ്റീവ് ആൻഡ് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് പോവാം. അപ്പോൾ ഓക്കെ അപ്പോൾ ഈ ഇന്നർ എർത്തിനെ പറ്റി കുറച്ച് നമുക്ക് ബേസിക് തെളിവുകൾ സ്ക്രാച്ച് ലെവലിൽ നമുക്ക് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ എവിഡൻസുകളായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരാനുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് ജസ്റ്റ് നിങ്ങളിത് കാണുക, എൻ്റർടൈൻഡ് ആവുക, നിങ്ങൾ സെർച്ച് ചെയ്ത് ഇതിൻ്റെ പുറകെ പോവുക. ഇഫ് ദിസ് ഗെറ്റ്സ് ഹുക്ക്ഡ്, അതെ, നിങ്ങളിത് ഹുക്ക് ചെയ്ത്, അതെ, ഞങ്ങൾ ഇതിനെ തെളിയിക്കാൻ മാക്സിമം ശ്രമിക്കത്തില്ല. കാരണം ഇതിനെ തെളിയിച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടാനില്ല. അതുകൊണ്ട് നിങ്ങളെ ചിന്തിപ്പിക്കുക, നിങ്ങൾക്കായിട്ട് ഇത് തെളിയിക്കാൻ പറ്റും. നിങ്ങളെ മാത്രമേ നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റൂ. സത്യം. അതെ, ഞങ്ങളിവിടെ ആരെയും കൺവിൻസ് ചെയ്തിരിക്കും. നോ. അപ്പം ഈ ഹോളോ എർത്ത് തിയറി എന്താന്ന് പറഞ്ഞാൽ, ഈ ഹോളോ എർത്ത് തിയറി എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ ഉണ്ട്. ഏകദേശം 16th അല്ലെങ്കിൽ 15,000 ഇയേഴ്സിൽ തൊട്ടേ ഉണ്ട്. 15,000 അല്ലല്ലോ, നമുക്ക് 2000 അല്ല, 1500 വർഷങ്ങളിലൊക്കെ തൊട്ടേ ഉണ്ട്. അപ്പോൾ പറയുന്നത് ഹോളോ എർത്ത് തിയറി എന്ന് പറയുന്നത് എർത്ത് ഒരു സോളിഡ് സ്പിയർ അല്ല എന്നാണ് പറയുന്നത്. നമ്മൾ പഠിച്ചേക്കുന്ന എർത്ത് ഒരു കട്ടക്കുള്ളൊരു പാറക്കല്ല, അതിൻ്റെ മണ്ടയിൽ കുറേ കുരുത്തുരുപ്പുകൾ പോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നു. എസെൻഷ്യലി അതാണല്ലോ. അപ്പോൾ അതല്ല, അതിന് പകരം എർത്ത് ഒരു ഹോളോ സ്പിയർ ആണെന്നും ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനമാണെന്നും നമുക്ക് ഇതിൻ്റെ അടിയിലോട്ട് ഒന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, ഇതിനടിയിൽ മൊത്തം ഹോളോ ആയിട്ടും സ്പേസസ് ആണെന്നാണ് പറയുന്നത്. ഹോളോ സ്പേസസ്, അതെ. ഹൗ ഡസ് ദാറ്റ് വർക്ക്? കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഭൂമിക്കടിയിൽ ഫുള്ള് മണ്ണാണെന്നും ആ മണ്ണ് കഴിഞ്ഞിട്ട് കോപ്പർ മാൻഡിലാണെന്നും മാൻഡിലിന്റെ താഴെ ലോവർ മാൻഡിലാണെന്നും അതിന്റെ താഴെ അയൺ മോൾട്ടൺ ആയിട്ടൊരു ഉണ്ട പോലെ കിടക്കുവാണെന്നും ആ ഉണ്ടക്കകത്ത് വേറൊരു ഉണ്ട സോളിഡ് ആയിട്ട് ഇരിക്കുകയാണെന്നും നിനക്ക് കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റും. കാരണം നിന്നെ അത് കൊച്ചിലോട്ട് പഠിപ്പിച്ചത്. ബിക്കോസ് ലുക്കിംഗ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതാണ് അബ്സർഡിറ്റി. ബാക്കി ഞാൻ പറഞ്ഞു തരാം, കേക്ക്. ഓക്കെ. അപ്പോഴത്തേക്കും 1692 ആസ്ട്രോണമർ എഡ്മണ്ട് ഹെയ്ലി എന്ന് പറയുന്ന ആള് ഹോളോ എർത്ത് തിയറി കൊണ്ടുവന്നു. എന്ന് പറഞ്ഞാൽ പുള്ളി കൊണ്ടുവന്നതെന്ന് പറയാൻ പറ്റത്തില്ല, അതിന് മുന്നേ ഉണ്ട്. പുള്ളി പ്രപ്പോസ് ചെയ്തു. കാരണം അന്ന് ഭൂമി ഇങ്ങനെ ഇരിക്കുമോ അങ്ങനെ ഇരിക്കുമോ എന്നൊന്നും ആർക്കും അറിയത്തില്ല. ഇങ്ങനെ ആ സമയത്തും അതിന് മുന്നും പല സമയങ്ങളിലും ഭൂമി ഹോളോ ആയിരുന്നെന്നാണ് നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരുന്നത് മെയിൻ സ്ട്രീം ആയിട്ട്. പഴയ സിവിലൈസേഷൻസ്. അതെ, ഭൂമി ഉണ്ടയാണ്, അതൊരു സോളിഡ് ആണെന്ന് വിശ്വസിക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ ഏകദേശം 100 വർഷമേ ആയിട്ടുള്ളൂ. 100 വർഷം ആവുന്നില്ല, ഒരു 30 വർഷം കൂടെ കഴിഞ്ഞാൽ 100 സെഞ്ചുറി അടിക്കാം. അതിന് മുന്നേ എല്ലാം ഭൂമിയുടെ ഷേപ്പ് പലതായിട്ടാണ് കാണിക്കുന്നത്. ഞാൻ
ഭൂമിയുടെ ഹിന്ദുയിസത്തിലെ ഒരു ഷേപ്പ് കാണിച്ചു തരാം, ക്രിസ്ത്യാനിറ്റിയിലെ ഒരു ഷേപ്പ് ഞാൻ ഇവിടെ കൊടുക്കാം, ഇസ്ലാമിലെ ഒരു ഷേപ്പ് കൊടുക്കാം. ഇങ്ങനെയാണ് നിങ്ങളെ ദൈവങ്ങൾ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചേക്കുന്നത്. പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ യേശുവിനെയും വിഷ്ണുവിനെയും അള്ളാഹുവിനെയും തള്ളി പറഞ്ഞുകൊണ്ട് നിങ്ങൾ നാസയെ വിശ്വസിക്കുന്നു. അത് പറയുന്ന പോലെ തന്നെ നാസയുടെ സിമ്പിൾ തിരിച്ചിട്ടാൽ നിങ്ങൾക്ക് ഒരു പാമ്പ് നാക്ക് നീട്ടിയിരിക്കുന്നത് കാണാം. അതും കൂടി ഇട്ടേക്കാം കേട്ടോ. ഇച്ചിരി നൈസാ. അത് ഞാൻ അതാണെന്ന് പറയുമല്ല, ബട്ട് നാസയുടെ സിമ്പിൾ അത് വരുന്നത് കോയിൻസിഡൻസ്. അതൊരു വെരി റെയർ കോയിൻസിഡൻസ് ആണ്. പിന്നെ നമ്മളത് കോയിൻസിഡൻസ് ആയിട്ട് പറഞ്ഞ് കളയുന്നു. കാരണം നാസ ഫേക്കാണെന്ന് എനിക്കറിയാം. സോ ഇറ്റ് ഡസൻറ്റ് മാറ്റർ. അപ്പോൾ എഡ്മണ്ട് ഹെയ്ലി പറഞ്ഞത് ഒരു ഭൂമി എന്ന് പറയുന്ന ഒരു ഷെല്ലാണ്. പുള്ളി സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്ത് അന്നത്തെ മെയിൻ സ്ട്രീം തിയറിയാണ്. ലോകത്തെല്ലാവരും വിശ്വസിച്ച അങ്ങനെയാണ്. അയാൾ പറയുന്നത് ഭൂമിയുടെ ഒരു 500 മൈലിലേക്ക് എന്താ പറയുന്നത് മണ്ണ് തന്നെയാണ്. അത് കഴിഞ്ഞ് ഹോളോ ആയിട്ട് 2 ഇന്നർ സ്പിയർ, ഇങ്ങനെ ഒരെണ്ണം, അതിന് താഴെ വേറൊരെണ്ണം, അതിന് താഴെ വേറൊരെണ്ണം. അപ്പോൾ ഈ സ്പിയറുകളുടെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടെന്നും ആ ഗ്യാപ്പിൽ അറ്റ്മോസ്ഫിയർ വരുമെന്നും ആ ഗ്യാപ്പിൽ വെള്ളവും ബാക്കി സൺലൈറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൂമിനസ് ഒബ്ജക്റ്റ് വന്നാൽ ഭൂമിയുടെ പുറത്താണ് ഏറ്റവും കൂടുതൽ ലൈഫ് എക്സിസ്റ്റ് ചെയ്യാൻ പാട്. ബിക്കോസ് ഡയറക്റ്റ് സൺലൈറ്റും റേഡിയേഷനും ഒക്കെ ഉള്ള ഇവിടാണ്. പക്ഷെ അതിനകത്ത് ലൈറ്റിനെ പറ്റി നമ്മൾ പറയാൻ പോവാം. ഓക്കെ. അപ്പോൾ അതിനകത്ത് എക്സിസ്റ്റ് ചെയ്യാൻ ലൈഫിന് ഏറ്റവും കൂടുതൽ എളുപ്പം. ലൈറ്റ് വേണം ലൈഫിന് എക്സിസ്റ്റ് ചെയ്യാനെന്നുള്ളത് നമ്മളുടെ ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം ഓഷനിൽ കിലോമീറ്ററുകൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് ഭൂമിയെക്കാട്ടി പിച്ച് ബ്ലാക്ക് ആണ്. അവിടെ ജീവികൾ എന്താണ് ചെയ്യുന്നത്? ദേ ആർ ബയോലൂമിനസെന്റ്. മനസ്സിലായോ? അവർക്ക് സൺലൈറ്റ് വേണ്ട. ദേ പ്രൊഡ്യൂസ് ദെയർ ഓൺ ലൈറ്റ്. അവർ സ്വയം ലൈറ്റ് ഉണ്ടാക്കും. ലൈറ്റ് ഉണ്ടാക്കുന്ന കുറച്ച് ജീവികളുടെ പടം ഞാൻ ഇവിടെ കൊടുക്കാം. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളത് കാണണം. സ്വന്തം ബോഡിയിൽ ലൈറ്റ് ഉണ്ടാക്കി ജീവിക്കുന്ന ഇരുട്ടിലെ ജീവികൾ. മിന്നാമിനിങ്ങി ലൈറ്റ് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത്. അതുപോലെ എത്രയോ മീനുകൾ ഫ്രണ്ടിൽ ബൾബ് തൂക്കിയിട്ടുള്ള മീനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പം കാണാം, ഇവിടെ കാട്ടിത്തരും ഞാൻ. അപ്പോൾ അങ്ങനെയുള്ള സ്പിയറുകളാണ് ഭൂമിയെന്നും ആ ഭൂമിക്കിടയിൽ ഗ്യാപ്പുകളുണ്ടെന്നും ആ ഗ്യാപ്പുകളിൽ ജീവനുണ്ടെന്നും അയാൾ പറഞ്ഞു. ലോകം മുഴുവൻ അതായിരുന്നു വിശ്വസിച്ചത്. അയാൾ പറഞ്ഞതിന്റെ എന്തെങ്കിലും ബേസിസ് ഉണ്ടോ? യെസ്, ഹി വാസ് ആൻ ആസ്ട്രോണമർ, ഹി വാസ് എ സയന്റിസ്റ്റ് and he proposed the theory and the whole world accepted it. Okay, as one of the most prominent theory. Of course it was a theory. ഇപ്പോഴും ഭൂമി എന്ന് പറയുന്നത് സ്പിയർ ആണെന്ന് പറയുന്നത് റൗണ്ട് എർത്ത് തിയറി എന്നാണ് പറയുന്നത്. ദ റൗണ്ട് എർത്ത് ട്രൂത്ത് എന്നല്ല, ഗ്ലോബ് എന്ന് പറയുന്ന ഒരു തിയറിയാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ പോവാണ്. അങ്ങനെ പോയി കഴിഞ്ഞിട്ട് 200 വർഷം കഴിഞ്ഞിട്ട് 18th സെഞ്ച്വറിയിലെ മാത്തമാറ്റീഷ്യൻ ലിയനാർഡ് യൂളേഴ്സ് ഇക്വേഷനും യൂളേഴ്സ് മാത്തമാറ്റീഷ്യനും എൻജിനീയറിങ് അല്ലെങ്കിൽ കുറച്ച് മാത്തമാറ്റിക്സ് പഠിച്ച BSc അല്ലെങ്കിൽ മാത്സ് പഠിച്ചവർക്ക് മനസ്സിലാവും. EULER എന്ന് അവർ പലവട്ടം കേട്ട് കാണും. യൂളേഴ്സ് ഇക്വേഷനൊക്കെ ഞാനും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അയാൾ കണ്ടുപിടിച്ചതാണ് യൂസിങ് ഫിസിക്സ് ആൻഡ് മാത്സ്. ഹീ പ്രൂവ്ഡ്, ഇത് തിയറി അല്ല, ഹീ പ്രൂവ്ഡ് ദാറ്റ് ഭൂമിക്ക് ഉള്ളിൽ ഒരു സെൻട്രൽ സണ്ണ് പോലൊരു സാധനം വർക്ക് ചെയ്യുന്നുണ്ടെന്നും ഭൂമിക്കുള്ളിലെ ഗ്രാവിറ്റി, ഒരു ലോകമുണ്ടെങ്കിൽ ആ ഗ്രാവിറ്റി എല്ലാ സൈഡിലേക്കും ഒരുപോലെ വർക്ക് ചെയ്യുമെന്നും പുള്ളി പ്രൂവ് ചെയ്തു യൂസിങ് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്. നിനക്ക് ഇപ്പം ഇവിടെ ഇരുന്ന് ഇത് കോംപ്രിഹെൻഡ് ചെയ്യാൻ പാടാണെന്ന് അറിയാം. അതുകൊണ്ട് ഞാൻ കണക്കിലേക്ക് പോകുന്നില്ല. കണക്കിലേക്ക് പോകാണെങ്കിൽ ഇന്റഗ്രേഷൻ ഒക്കെ ഇട്ട് ഞാൻ തുടങ്ങേണ്ടി വരും. അല്ല, ജസ്റ്റ് ഇച്ചിരി ഡീപ്പായിട്ട് പോകും. ഓക്കെ. എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഡീപ്പായിട്ട് എന്ന് പറയുമ്പോൾ അല്ല, പുള്ളിയുടെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് ഉള്ളിൽ ഒരു എസെൻഷ്യലി ഒരു സെൻട്രൽ സണ്ണ് നമുക്ക് വെളിയിലുള്ളത് പോലെ ഭൂമിക്ക് അകത്തുമുണ്ടെന്നും ആ സണ്ണിൽ നിന്നാണ് നമ്മളുടെ എർത്തിൽ ചൂട് ജനറേറ്റ് ചെയ്യുന്നതെന്നും മനസ്സിലായോ? കോറായിരിക്കാം ഉദ്ദേശിക്കുന്നത്, ഇത് ജനറേറ്റ് ചെയ്യുന്നെന്നും അതുപോലെ തന്നെ ഭൂമിക്കടിയിലെ ഗ്രാവിറ്റി, ഭൂമിയുടെ കോറും ചെറിയ കോറും ലോകത്തുള്ള ഏറ്റവും വലിയ സൂര്യനും ചന്ദ്രനും ഒക്കെ ഉണ്ടെന്നല്ലേ പറയുന്നത്, അതിൻ്റെ ഗ്രാവിറ്റി വന്ന് എസെൻഷ്യലി സ്വീറ്റ് സ്പോട്ടിൽ വരുമ്പോൾ നമ്മളുടെ ഏറ്റവും ശക്തമായ ഗ്രാവിറ്റേഷണൽ അലൈൻമെൻറ്റിൽ ജീവിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒബ്ജക്റ്റ് ഏതാണെന്ന് അറിയാവോ? നമ്മൾ ഇൻഡർസ്റ്റെല്ലാറിൽ അവസാനം ഒരു ലോകം ഉണ്ടാക്കില്ലേ, ഒരു സാറ്റലൈറ്റ് ലോകം ഭൂമി നശിക്കാൻ നേരത്ത് എന്ന് പറഞ്ഞാൽ
ബാറ്റ് കളിക്കുമ്പോൾ ബോള് അപ്പുറത്ത് ഗ്രാവിറ്റി വിട്ടുപോയാൽ മുകളിലത്തെ വീട്ടിൽ പോയി ചില്ല് പൊട്ടുന്നത്. നടന്നു പോവും, നേരെയാണ്, നമുക്ക് എപ്പോഴും നേരെയായിരിക്കും, പക്ഷെ നടന്ന് 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 നമുക്ക് മുകളിലോട്ടും താഴോട്ടും പോവാം. അങ്ങനെ ഉള്ള ഒരു സ്പിയർ ആണ് ഭൂമിക്കടിയിലെന്ന് പ്രൂവ് ചെയ്തു. ആ പ്രൂവ് ചെയ്ത തിയറി 200 വർഷം മുന്നേ ഇറങ്ങിയതാണ്. ഇപ്പോൾ നമ്മൾ ഭൂമിക്ക് വെളിയിൽ ഒരു സാറ്റലൈറ്റ് ഉണ്ടാക്കണമെങ്കിൽ ദാറ്റ് ഈസ് ദ മോസ്റ്റ് സസ്റ്റൈനബിൾ വേ എന്ന് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇൻഡസ്ട്രിയലിലെ നോളൻ അതാണ് ഉപയോഗിച്ചത്. ആഫ്റ്റർ ഓൾ ദ റിസർച്ച് അയാള് ഭൂമിയിൽ നിന്ന് വെളിയിൽ വന്നിട്ട് ഒരു പ്ലാനറ്റ് അല്ലെങ്കിൽ ഒരു സാറ്റലൈറ്റ് ലോകം നമുക്ക് ഉണ്ടാക്കണം. അയാൾ 2 വർഷം റിസർച്ച് ചെയ്താണ് ആ ലോകം ഉണ്ടാക്കിയത്. മനസ്സിലായോ? അതാണ് ഭൂമിക്കടിയിൽ ഉണ്ടെന്നും അത് നോളനെ പോലുള്ളവർക്ക് ഇതെല്ലാം അറിയാം. കാരണം ഹോളോ എർത്ത് തിയറി റിസർച്ച് ചെയ്യാതെ പുള്ളിക്ക് അതിനെപ്പറ്റി കമ്മപ്പ് ചെയ്യാൻ പറ്റത്തില്ല. യെസ്, ദാറ്റ് ഈസ് ദ മോസ്റ്റ് സസ്റ്റൈനബിൾ വേ ഗ്രാവിറ്റി ക്യാൻ വർക്ക്. ഭൂമി എന്ന് പറയുന്നത് ആ അങ്ങനെ ജീവിക്കുന്ന ആളുകളെ വെച്ച് നോക്കുമ്പോൾ ഒരു അനോമലിയാണ്. മുകളിലോട്ടും പോകാൻ പറ്റത്തില്ല, താഴോട്ടും പോകാൻ പറ്റത്തില്ല, എപ്പോഴും നമ്മൾ താഴോട്ട് ഇങ്ങനെ ഗ്രാവിറ്റി നിൽക്കുന്നു. ദിസ് ഈസ് എ ബാഡ് വേൾഡ് കമ്പയർഡ് ടു ദാറ്റ്. ശരിയാ, അതെ. പക്ഷേ ഞാൻ വേറൊരു ചോദിച്ചോട്ടെ, സോ ഇഫ് ദർ സൺ ലൈക്ക് ഒബ്ജക്റ്റ് സെൻട്രൽ ഉണ്ടെങ്കിൽ ഡസന്റ് ഇറ്റ് എഫക്ട് ദ മാസ്, ഗ്രാവിറ്റി, റേഡിയേഷൻ ഡെൻസിറ്റി? ഉറപ്പായിട്ടും. പക്ഷേ അവിടെ മാസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ സൂര്യന് നമ്മൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഇറ്റ് ഈസ് ദ ലൈറ്റസ്റ്റ് ഗ്യാസസ്. ഹീലിയവും ഹൈഡ്രജനുമാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു മോൾട്ടൺ കോറിന് വരുന്ന മാസ് വരുന്നില്ല. സൂര്യന് ഉള്ളിൽ ഡെൻസിറ്റി കുറവാണെന്നാണ് പറയുന്നത്. ഡെൻസിറ്റി കുറവല്ല, അത് ലൈറ്റർ ഗ്യാസസ് കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഓക്കെ. സണ്ണിന്റെ മാസ് നമ്മളിപ്പോൾ അത്രയും സ്ഥലത്ത് കത്തുന്നത് വേറെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഇറ്റ് വിൽ ബി ഹ്യൂജ് മാസ്, കാരണം അത്രയും ഉണ്ട്. നമ്മൾ പുട്ടായി പോയി. അതെ അതെ അതെ. പക്ഷെ ഇത് ലൈറ്റസ്റ്റ് ഗ്യാസ് ആണ്. അറ്റോമിക് നമ്പർ 1ഉം അറ്റോമിക് നമ്പർ 2 ആണ് അവിടെ ഉള്ളത്. മനസ്സിലായോ? അപ്പോൾ അതെല്ലാം വെച്ചാണ്. ഇതൊരു ഫിസിസിസ്റ്റ് ആണ്. ഇത് എന്നെ ഇതേപോലെ ഇത് മണ്ടം പോഡ്കാസ്റ്റുകാരല്ല. അപ്പോ അങ്ങനെ ചെയ്താണ് തന്നേക്കുന്നത്. ഇനി ഇത് നമ്മുടെ 200 വർഷത്തെ ഉള്ള ഡേറ്റ. അത് ഇനി മോഡേൺ സയൻസ് ഇതിനെ പറ്റി എന്താ പറയുന്നത് നോക്കാം. മോഡേൺ സയൻറ്റിസ്റ്റ് നമുക്ക് സീസ്മിക് ഡേറ്റ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ചു വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ക്രസ്റ്റ്, മാൻഡില്, കോറ്. ക്രസ്റ്റ്, മാൻഡില്, കോറ്. കുഞ്ഞിനോട് ചോദിച്ചാലും PhD എടുത്ത ഫിസിക്സ് സാറിനോട് ചോദിച്ചാലും ക്രസ്റ്റ്, മാൻഡില്, കോറ് ഇത്ര അറിയത്തുള്ളൂ. 1 മണിക്കൂർ ആകുമ്പോൾ പറയണേ, അതില്ലല്ലോ. അപ്പോൾ ഈ ക്രസ്റ്റ്, മാൻഡിൽ, കോറൊക്കെ എവിടുന്നാ വന്നേന്ന് നമ്മൾ ചോദിക്കുമ്പം ഇതെല്ലാം നമ്മൾ സീസ്മിക് ഡേറ്റ എന്ന് പറഞ്ഞാൽ സൈസ്മിക് ഡേറ്റ എന്ന് പറയും. നമ്മൾ മുകളിൽ നിന്ന് ഭൂമി എത്രോളം ഉണ്ടെന്ന് നമുക്കറിയാം. ഏകദേശം 4000 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 6000 കിലോമീറ്റേഴ്സ് ആണ് ഭൂമിയുടെ റേഡിയസ്. എന്നിട്ട് നമ്മൾ 6000 കിലോമീറ്റർ റേഡിയസ് റേഡിയസ് ഓക്കെ. എന്നിട്ട് റേഡിയസ് ആണെന്ന് തോന്നുന്നു, ഡയമീറ്റർ ആവില്ല, റേഡിയസ് എന്നാണ് തോന്നുന്നത്. പോട്ടെ, 6000 ഓർ 3000 പോട്ടെ. അതിനകത്ത് നമ്മൾ 2 ഇഞ്ചുള്ള എക്യുപ്മെന്റ്സ് വെച്ചിട്ട് ഭൂമിയുടെ അടിയിലോട്ട് അടിക്കും. ഇതാണ് സയന്റിഫിക് എക്സ്പ്ലോറേഷൻ. ടോർച്ചിന്റെ അത്രയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ സ്റ്റുഡിയോയുടെ അത്ര 2 സാധനങ്ങളൊക്കെ വെച്ച് താഴോട്ട് അടിക്കും. എന്നിട്ട് താഴോട്ട് അടിച്ചിട്ട് അത് വേവ്സ് ഒക്കെ പോയി ഇടിച്ചിട്ട് തിരിച്ചു വരുന്നത് വെച്ച് ഓക്കെ ഡേറ്റ കണ്ടുപിടിക്കും. ഡേറ്റ കണ്ടുപിടിച്ചിട്ട് ഒരു അടിപൊളി മോഡലൊക്കെ ഉണ്ടാക്കും. എന്നിട്ട് ഇത് സ്കൂളിൽ വിട്ട് എല്ലാവരെയും പഠിപ്പിക്കും. ഞാൻ അപ്പോൾ പറയാം വേറെ സംഭവം. ഏറ്റവും ലോകത്തിലെ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ട് കുഴിച്ചത് ഒരു സോവിയറ്റ് യൂണിയൻ എക്സ്പെരിമെന്റ്. അതിനെപ്പറ്റി നമ്മളിപ്പോ പറയുന്നുണ്ട്, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. കോളാർ ബോറിനെ പറ്റി പറയുന്നുണ്ട്, അതിപ്പോ വരും. ഓക്കെ. അപ്പോ ഈ സ്റ്റഡി വെച്ചാണ് നമ്മൾ എർത്ത്, കോറ്, മാൻഡില്, ക്രസ്റ്റ് എന്നൊക്കെ പഠിച്ചു വെച്ചേക്കുന്നത്. ഇതെല്ലാം ദീസ് ആർ ഓൾ ഇന്റർപ്രിട്ടേഷൻസ് ഓഫ് സയന്റിഫിക് റീഡിങ്സ്. ഒരു ഗ്രാഫിനകത്ത് കരകരാന്ന് വരുന്നത് ഏറ്റവും പഠിച്ച് സ്കൂളിലെ മണ്ണുണ്ണി പാസ്സായി 100-ൽ 100 വാങ്ങിച്ച ഒരു 10 പേര് വന്നിട്ട് ഇതിങ്ങനാണ് എന്ന് പറഞ്ഞ് ലോകത്തിലെ ബാക്കി എല്ലാവരെയും പറഞ്ഞ് പറ്റിക്കുക. കാരണം ഈ ചെയ്തവനും കണ്ടിട്ടില്ല, കട്ടവനും കണ്ടിട്ടില്ല, കൊന്നവനും കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല. പക്ഷേ ഈ ഡേറ്റ അനുസരിച്ച് ഹൺഡ്രഡ്സ് ഓഫ് മില്യൺസ് ഓഫ് പോസിബിലിറ്റീസ് ഉണ്ട്. അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്ത് ലോകം മുഴുവൻ ഇത് പടർത്തി. വിത്തൗട്ട് ഈവൻ എ ഡൗട്ടാണ് ഞാൻ നീയും അത് വിശ്വസിക്കുന്നത് ഇന്നും. അതൊരു ചതിയല്ലേ? നമ്മളെ അത് പഠിപ്പിക്കേണ്ടതായിരുന്നെങ്കിൽ
യഥാർത്ഥത്തിൽ സയൻസ് അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ പഠനം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്താണെന്നെങ്കിൽ ഇതാണ് നമുക്ക് മക്കളെ കിട്ടിയ ഡേറ്റ, നമ്മൾ ഇത് എന്താണെന്ന് അറിയത്തില്ല, യു ഗൈസ് ഹാവ് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട്, ദിസ് ഈസ് യുവർ ലക്ഷ്യം, ദിസ് ഈസ് യുവർ ഡെസ്റ്റിനി, ഇതാണ് നമുക്ക് കിട്ടിയ ഡേറ്റ, നമ്മൾ ഇത് എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യണമെന്നുള്ളതായിരുന്നു യഥാർത്ഥ സയൻസ് എക്സിബിഷനും ക്ലാസ്സിലും പഠിപ്പിക്കേണ്ടത്. അതിന് സമയം നമ്മളെ പഠിപ്പിച്ചത് എന്തുവാണ്, നിങ്ങളുടെ ഡേറ്റയും കാര്യങ്ങളൊന്നും അറിയേണ്ട കാര്യമില്ല, ഒരു പടം ഞാനങ്ങ് തരും, മറ്റൊരു കേക്ക് കട്ട് ചെയ്ത് വെച്ചതിൻ്റെ കണക്ക് അതുപോലെ ഒരു ഭൂമി അങ്ങ് പഠിപ്പിച്ച് ഇത് എന്നിട്ട് ഇത് എങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു മിനിറ്റ് എനിക്കിത് പറയണം. നിങ്ങളെ ഇത് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ പറഞ്ഞു പിന്നെ ഇത് സ്കൂളിൽ എല്ലാവരെയും പഠിപ്പിക്കുന്നത്, എന്നാൽ പിന്നെ നിങ്ങൾക്ക് വിശ്വസിക്കായിരുന്നുണ്ട്. നോ, അഫർമേഷൻ ടെക്നിക്സ് ആണ് ഇവർ ഉപയോഗിക്കുന്നത്. ഇതുപോലുള്ള ബ്ലണ്ടർ പഠിപ്പിച്ചിട്ട് നിങ്ങളെ പരീക്ഷയ്ക്കിരുത്തും. ഇവിടെ ഏറ്റവും വലിയ പരീക്ഷയ്ക്ക് ഇരുത്തിയിട്ട് നിങ്ങളോട് ചോദിക്കും എർത്തിന്റെ ഷേപ്പ് എന്താണെന്ന്. 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ചോദിക്കും. ആ ഷേപ്പ്, നിങ്ങളെ പഠിപ്പിച്ച ഷേപ്പ് തെറ്റ്, അത് എഴുതി വരച്ച് ഒപ്പിട്ട് കാണിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് 15 മാർക്ക് പോകും, നിങ്ങൾ പരീക്ഷയ്ക്ക് നോക്കും. അപ്പം നീ ഇത് ചെയ്തേ പറ്റൂ എന്നാണ് പറയുന്നത്. എനിക്കിപ്പോഴും അറിഞ്ഞതും കൂടാ, എനിക്കിപ്പോഴും ഉറപ്പാണ്. എൻ്റെ 95% ഓഫ് കൂട്ടുകാരന്മാരും സോ കോൾഡ് ഫിസിക്സിനകത്ത് പഠിക്കുന്നവർക്ക് ഇപ്പോഴും ഗ്രാവിറ്റി എന്തുവാണെന്ന് അറിയത്തില്ല. എനിക്കിപ്പോഴും അറിയാം, സ്കൂളുകളിൽ സ്പേസ് ടൈം ഗ്രാഫ് പഠിപ്പിക്കുക എന്നാണ് ഗ്രാവിറ്റി പഠിപ്പിക്കുന്നത്. നമ്മുടെ അവർക്ക് ഗ്രാവിറ്റി, പലർക്കും ഗ്രാവിറ്റി കേൾക്കുമ്പോൾ ഒന്നുമില്ല, 9.8 സത്യം, അത്രേ ഉള്ളൂ. അവർക്ക് എന്തുവാ സ്പേസ് ടൈം ഗ്രാഫ് എന്ന് അറിയത്തില്ല. അത് മാത്രമല്ല, ഗ്രാവിറ്റി എന്ന് നീ ഇപ്പൊ പറഞ്ഞില്ലേ, ഗ്രാവിറ്റി എന്ന് പറഞ്ഞ് നമ്മൾ അനുഭവിക്കുന്നു എന്ന് എടാ, എന്തോ ഒരു ആകർഷണം, സംതിങ് ഈസ് പുള്ളിങ് ഡൗൺ എന്താണെന്ന് നമുക്ക് അറിയാത്തത് കൊണ്ട് മോസ്റ്റ് പ്രോബബ്ലി അത് തമ്മിലുള്ള ആകർഷണമാണെന്നും, അങ്ങനെയാണെങ്കിൽ ആകർഷണം ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചതാണ് ഈ സ്പേസ് ടൈം ഫാബ്രിക്. വൺ ഓഫ് ദ ബെസ്റ്റ് തിയറീസ്. ഇപ്പം പറ്റുന്ന 99 സാധനങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന തിയറീസ്. അത്രേ ഉള്ളൂ ഈ സാധനം. അത് എന്താണെന്ന് പോലും അത് പോട്ടെ, അത് നമുക്ക് പോവാം. അതെന്തോന്നും പഠിപ്പിക്കാത്തവരെ ഗ്രാവിറ്റി പഠിപ്പിക്കണം. അതെ, ഗ്രാവിറ്റി നമ്മൾ പഠിക്കുന്നത് 9.8 ആണ്. ഗ്രാവിറ്റി കണ്ടുപിടിച്ച ആരാണ്? ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ കണ്ടുപിടിച്ചില്ലായിരുന്നേ നമ്മൾ ആപ്പിൾ മുകളിലോട്ട് പോയെന്ന് പറയുന്ന ടീംസാണ്. അവർ ഈ ചാനലിൽ വന്നിരുന്നെങ്കിൽ നമുക്ക് കൊള്ളാം, നമുക്ക് കുറച്ച് പേർക്ക് അത് പോട്ടെ. അപ്പോൾ ഈ ഇന്റർപ്രിട്ടേഷനാണ് നമ്മളെ കുഞ്ഞുങ്ങളായിട്ടും കാര്യങ്ങളും എല്ലായിട്ടും ഭൂമിയുടെ ഷേപ്പിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ സൗണ്ടും ഹീറ്റും കുറച്ച് ഡേറ്റാസും എടുത്ത് മാത്രമാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. ഭൂമിയുടെ കളറ് വരെ നമുക്ക് 2ാം ക്ലാസ്സിൽ കിട്ടും. അകത്തുള്ള കളറ് 6000 മീറ്റർ അകത്തുള്ള കോറിന്റെ കളർ നല്ല ചുമ ഒരു ഓറഞ്ച് സാധനം ഇരിക്കും. അപ്പൊ അത്ര മിസ്ഇൻഫർമേഷൻ ആണ് പാസ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ വി ഡോണ്ട് നോ ദ ഡേറ്റ യെറ്റ്, ദിസ് ഈസ് ദ ഡേറ്റ നമുക്ക് കിട്ടിയ ഡേറ്റ ഇന്ന എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ ഇതാണ് കിട്ടിയെന്ന് പറയേണ്ടതിന് പകരം ഇതെല്ലാം സ്കിപ്പ് ചെയ്ത് ഭൂമി, എർത്ത്, മാൻഡിൽ, ക്രസ്റ്റ്, പരീക്ഷയ്ക്ക് ഇത് എഴുതിയില്ലെങ്കിൽ യു ഫെയിൽ. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെന്റിലും പല അനോമലീസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഈ മാൻഡിലും ക്രസ്റ്റും എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, 1000കണക്കിന് തിയറീസിൽ ഒരെണ്ണം ചുമ്മാ ഇരുന്ന് റാൻഡം ആയിട്ട് സെലക്ട് ചെയ്ത ഒരു കമ്മിറ്റി. സത്യം, ഒരു കമ്മിറ്റി സെലക്ട് ചെയ്തതാണ്. ആ കമ്മിറ്റിയിൽ ഇപ്പം അന്ന് പോയ ശോഷ്നഗർ സൂവിന് പകരം വേറൊരു തന്നെ പോയെങ്കിൽ വേറൊരു തിയറി ആയിരുന്നു. വോട്ടിങ്ങിന്റെ ബേസിലാണ്, വോട്ട് ചെയ്താണ് ഇത് എടുക്കുന്നത്. 100 എണ്ണം ബെസ്റ്റ് വെച്ചിട്ട് വോട്ട് ചെയ്യും. ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. കമ്മിറ്റിയിൽ 100 പേര് ഇരുന്നിട്ട് ജഡ്ജായിട്ടിരുന്നിട്ട് തിയറീസ് വരും. തിയറീസ് ഇരുന്നിട്ട് വോട്ടിംഗ് നടത്തും. നമ്മൾ പോപ്പിനെയൊക്കെ തിരഞ്ഞെടുക്കില്ലേ, അതുപോലെ വോട്ടിംഗ് ബേസ്ഡ് ആണല്ല. അപ്പോൾ ഇതിന് പല അനോമലീസും ഉണ്ട്. ഈ അനോമലീസ് എല്ലാം സയൻറ്റിഫിക് വേൾഡ് യഥാർത്ഥ ശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ പഠിച്ച് വന്നപ്പോഴത്തേക്കും സൗണ്ട് ഇപ്പോൾ ഭൂമിയുടെ ഇങ്ങനെ വെക്കുകയാണെന്ന് വെച്ചോ, ഭൂമിയിലെ സൗണ്ട് ഇങ്ങനെ എന്നിട്ട് മുകളിൽ നിന്ന് നമ്മൾ വിടുകയാണ്. അപ്പോൾ പലപ്പോഴും സൗണ്ട് ഇങ്ങനെ പതുക്കെ പോയിട്ട് പെട്ടെന്ന് സ്പീഡ് കൂട്ടി പിന്നെ നിൽക്കും, പിന്നെ പതുക്കെ പോയിട്ട് പെട്ടെന്ന് സ്പീഡ് കൂട്ടി നിൽക്കും. ഈ അനോമലീസിനെ പറ്റി ഈ ഹോളോ എർത്തുകാർ പറയുന്നില്ല. അല്ല, ഹോളോ എർത്ത് അല്ല, നമ്മുടെ മെയിൻ റൗണ്ട് എർത്ത് ഇല്ലേ, അവരിതിനെ പറ്റി പറയുന്നില്ല. അവരിതിനെ പറ്റി പറയുന്നത് പറയാം, ദീസ് ആർ അനോമലീസ്. ഇത് നമുക്ക് റെഗുലറായിട്ട് കിട്ടുന്നതിന് ഇത് മൈനസ് ചെയ്താലേ നമുക്ക് ഈ പോയിന്റ് കിട്ടൂ. കാരണം 200 വർഷങ്ങൾക്ക് മുന്നേ ഇതാണ് ഷേപ്പ് എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം 70 വർഷം കഴിഞ്ഞിട്ട് ഈ അനോമലീസ് കണ്ടുപിടിച്ചാൽ അത് ക്യാൻസൽ ഔട്ട്, ഇഗ്നോർ ചെയ്യുക.
കാരണം നമുക്ക് ഷേപ്പ് കിട്ടി കഴിഞ്ഞല്ലോ. അപ്പോൾ ഈ അനോമലീസ് എന്താണെന്ന് പറഞ്ഞ് പോയപ്പോൾ ഇതിൻ്റെ സയൻറ്റിഫിക് കണ്ടുപിടിച്ചു. പതുക്കെ പോകുന്ന വേവ്സ് പെട്ടെന്ന് വേവ് കൂടുന്നെങ്കിൽ ആ സ്പീഡ് ഡിഫറൻസ് നോക്കി, അതിൻ്റെ ടെമ്പറേച്ചർ ഡിഫറൻസ് നോക്കി, അതിൻ്റെ വേവ് ലെങ്ത് ഡിഫറൻസ് നോക്കിയാൽ പറയോ വാക്വം അല്ല, എയർ അറ്റ്മോസ്ഫിയറിൽ കൂടെ വേവ് പോകുന്ന അതേ സ്പീഡിൽ ഇടയ്ക്ക് പോകുന്നുണ്ട്. ഓ ശരി. യെസ്, അറ്റ്മോസ്ഫിയറിൽ പോകുന്ന ഇടയ്ക്കൂടെ. അപ്പം അതിന് ഒരേ ഒരു എക്സ്പ്ലനേഷനേ ഉള്ളൂ, ഭൂമിയുടെ അകത്ത് പൊള്ള സ്ഥലങ്ങൾ ഡിഫറെൻറ്റ് ഇൻ്റർവെൽസിൽ 1 ലെവലിൽ 2 ലെവലിൽ 3 ലെവലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. So guys, we'll continue in the next episode. ഇപ്പൊ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്യും. നിങ്ങൾ രണ്ടാമത്തെ എപ്പിസോഡ് കണ്ടോളൂ. Yeah.